ലൂഫി അവരോട് പറയും, ഞാനൊരു റബ്ബറാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ മിസ്റ്റർ 3, നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ സഹായിക്കടാ. അപ്പൊ ഇവാൻഗോ, എനിക്ക് ഇങ്ങനെ മരിക്കണ്ട, ആരെങ്കിലും ഒരാൾ എന്നെ തടഞ്ഞു നിർത്തടാ, എന്ത് പണ്ടാരാടാ നാറികളെ നിങ്ങൾ ചെയ്തു വെച്ചേ എന്ന് പറഞ്ഞ് ബഗ്ഗി. അങ്ങനെ നമ്മുടെ ലൂഫി എയ്സേ എന്ന് അലറി വിളിച്ച് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. കൂടെ തന്നെ അവന്റെ മുഴുവൻ ടീമും. ലൂഫിയും ബാക്കിയുള്ളവരും താഴേക്ക് വീഴുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകിലേക്ക് പോകണം. വൈറ്റ് ബിയർഡിന്റെ അറ്റാക്ക് കാരണം കുറച്ച് സമയത്തിന് മുമ്പ് ആ സുനാമി ഉണ്ടായി വന്ന സമയത്ത് ലൂഫിയും ബാക്കിയുള്ളവരും ഉണ്ടായിരുന്ന കപ്പല് ജീംബെ വെട്ടിത്തിരിച്ച് തിരമാലയുടെ മുകളിലേക്ക് കയറ്റി. അങ്ങനെ ആ വലിയ സുനാമി മറൈൻ ഫോർട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഔക്കീജ് അത് പെട്ടെന്ന് ഐസാക്കി മാറ്റിയത്. അപ്പൊ തിരമാലയുടെ മുകളിൽ ഉണ്ടായിരുന്ന ലൂഫിയുടെയും ബാക്കിയുള്ളവരുടെയും കപ്പല് അതിന്റെ മുകളിൽ കുടുങ്ങിപ്പോയി. പിന്നീട് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും ഐസായിട്ട് മാറിയ തിരമാല ചാടി ചവിട്ടി പൊട്ടിച്ചു. അങ്ങനെയാണ് അവർ താഴേക്ക് വീണത്. സോ ഇപ്പൊ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ലൂഫിയും ബാക്കിയുള്ളവരും നേരെ വന്ന ഐസിന്റെ മുകളിലേക്കല്ല, നേരെ വന്ന് വെള്ളത്തിലേക്കാണ് വീണത്. കാരണം നേരത്തെ വൈറ്റ് ബിയറിന്റെ ക്രൂവിലുണ്ടായിരുന്ന ജോസ് മറൈൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഐസിന്റെ വലിയൊരു പീസ് പൊട്ടിച്ചെടുത്തിരുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പൊ അവർ വന്ന് വീണത്. അതുകൊണ്ട് വലിയ ഡാമേജ് ഒന്നും അവർക്ക് സംഭവിക്കുന്നില്ല. എന്നാൽ കൂട്ടത്തിലെ ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആയ ലൂഫി, ബഗ്ഗി, മിസ്റ്റർ 3 അവരൊക്കെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. അപ്പോൾ അവരെ മുകളിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ജീംബയാണ്. പുറത്തേക്ക് വന്ന ലൂഫിക്ക് ബോധം വരുമ്പോ എയ്സേന്ന് വിളിച്ച് ചാടി എണീറ്റു. ലൂഫി എന്നിട്ട് ചുറ്റും ഓടി നടന്ന് നോക്കുന്ന സമയത്ത് അവിടെയൊന്നും എയ്സിനെ കാണാനില്ല. എല്ലാ സ്ഥലത്തും മറൈൻസും പൈററ്റ്സും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എയ്സ്, നീ എവിടെയാണ് എന്ന് പറഞ്ഞ് ലൂഫി ഓടി നടന്ന് എയ്സിനെ അന്വേഷിക്കുന്നു. അവസാനം ലൂഫി ഒരു ഉയരം കൂടിയ സ്ഥലത്ത് കയറി നിന്നപ്പോ അവൻ ദൂരെയുള്ള എയ്സിനെ കണ്ടു. ഉടനെ തന്നെ ലൂഫി തിരിച്ച് എയ്സ്. ഇപ്പൊ നമ്മുടെ ലൂഫിക്ക് ചുറ്റും അവന്റെ മുഴുവൻ ടീമും വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് മറൈൻ ഫോർട്ടിലെ നേവി സോൾജേഴ്സ് മുഴുവൻ ഞെട്ടിത്തരിച്ചു പോയി. കാരണം ലൂഫിയുടെ കൂടെയുള്ളത് ചില്ലറക്കാരല്ല. ജീംബെ, ക്രോക്കോഡൈൽ, ഇവാൻഗോ എന്ന് വേണ്ട രക്ഷപ്പെട്ടു വന്ന ഒരുപാട് പേരും കൂടെയുണ്ട്. എയ്സ്, ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട്, ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് വന്നത് എന്ന് ലൂഫി പറയുമ്പോ അവന്റെ മുഴുവൻ ടീമും ആർത്തു വിളിക്കുന്നു. ഗാർപ്പ്, വീണ്ടും നിന്റെ ഫാമിലി തന്നെയാണല്ലോ ഇത് എന്ന് പറഞ്ഞ സെങ്കോക്ക് ചൂടാകുമ്പോ ഗാർപ്പ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. സ്ട്രോ ഹാറ്റ്, നീ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മീഹോക്ക്. ലൂഫിയെ കാണുന്ന മോരിക്ക് ദേഷ്യം വന്നു. അവൻ സ്ട്രോ ഹാറ്റ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. ലൂഫിയെ കണ്ട ബോ ഹാൻകോക്കിന് സന്തോഷമായി. അവൻ ജീവനോടെ ഉണ്ടല്ലോ. ഹെൽമിപ്പോ, ഇവിടെ വന്ന് നോക്ക് എന്ന് പറഞ്ഞ് കോബി ഹെൽമിപ്പോ വിളിക്കുമ്പോ ഓടി വരുന്ന ഹെൽമിപ്പോ ലൂഫിയെ കണ്ടു വാ പൊളിച്ചു നിന്ന് പോകും. ലൂഫി അവിടെയുള്ള എല്ലാവരും കണ്ടു. കൂമ, അഡ്മിറൽ കൂസാൻ, അഡ്മിറൽ കിസാറു, അപ്പൊ മാർക്കോ. എയ്സ് എപ്പോഴും പറയുന്ന അവന്റെ ബ്രദർ ഇതാണല്ലേ, ക്യാപ്റ്റൻ സ്മോക്കർ, ഇവിടേക്ക് നോക്ക്. എന്താ? സ്ട്രോ ഹാറ്റ്, അതുപോലെ ക്രോക്കോഡൈൽ, ഇവര് രണ്ടുപേരും എങ്ങനെയാ ഒരുമിച്ചത് എന്ന് സ്മോക്കർ. അതുപോലെ ലൂഫിയെ കണ്ട അഡ്മിറൽ അക്കൈനു. അപ്പൊ ഇവനാണ് ദ ഹീറോ ഗാർപ്പിന്റെ പേരക്കുട്ടി, റവല്യൂഷണറി ഡ്രാഗന്റെ മകൻ. ഇവൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നത് ഒരു സാധാരണ കാര്യമല്ല. കുറ്റവാളികൾ, റവല്യൂഷണറി ആർമിയുടെ കമാൻഡർ, വിചിത്രമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അതുപോലെ ക്രോക്കോഡൈൽ. എനിക്ക് തോന്നുന്നില്ല അവരുടെയൊക്കെ വരവിന്റെ ഉദ്ദേശം ഒന്നായിരിക്കുമെന്ന് എന്ന് ഗാർപ്പ് പറയുമ്പോ കപ്പലിന്റെ മുകളിലെ ഒരു അടി പോലും അനങ്ങാതെ നിൽക്കുന്ന വൈറ്റ് ബിയർഡിനെ നമ്മുടെ ക്രോക്കോഡൈൽ കണ്ടു. ഉടനെ ക്രോക്കോഡൈൽ ഒന്നും നോക്കാതെ വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ഒരുപാട് നാളായാലോ കണ്ടിട്ട് വൈറ്റ് ബിയർഡ് എന്ന് പറഞ്ഞ് ക്രോക്കോഡൈൽ വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൂരത്തുണ്ടായിരുന്ന ലൂഫി ഒരേ ഒരു പഞ്ചിന് ക്രോക്കോഡൈലിനെ തട്ടി മാറ്റി. ലൂഫിയുടെ ദേഹത്ത് മുഴുവൻ വെള്ളമുണ്ട്. അത് ക്രോക്കോഡൈൽ കണ്ടു. അപ്പൊ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവനറിയാം എന്ന് ചിന്തിക്കുന്ന ക്രോക്കോഡൈൽ, ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയില്ലേ, അതുകൊണ്ട് നമ്മൾക്കിടയിലുള്ള കരാർ അവസാനിച്ചു, എന്തിനാ നീ വൈറ്റ് ബിയർഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് എന്ന് ക്രോക്കോഡൈൽ ലൂഫിയോട് ചോദിക്കുമ്പോ, ഞാൻ വിചാരിച്ചതുപോലെ ഈ കിളവനാണ് വൈറ്റ് ബിയർഡെങ്കിൽ ഇയാളെ വെറുതെ വിട്ടേക്ക്, കാരണം ഈ കിളവനെ ഈസിന് ഇഷ്ടമുണ്ട് എന്ന് ലൂഫി പറയുമ്പോ അപ്പൊ വൈറ്റ് ബിയർഡ് ലൂഫിയുടെ സ്ട്രോ ഹാറ്റ് കണ്ടു. അത് കണ്ട വൈറ്റ് ബിയർഡിന് ഷാങ്സിനെയാണ് ഓർമ്മ വന്നത്. പണ്ട് ഷാങ്സും വൈറ്റ് ബിയർഡും കണ്ടുമുട്ടിയ സമയത്ത് നിന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തൻ ഈസ്റ്റ് ബ്ലൂവിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഒരു കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് ശത്രുവിനാ നീ നിന്റെ കൈ കൊടുത്തത്? അത് കേട്ടപ്പോ ഷാങ്സ് പറഞ്ഞത്, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ എന്റെ കൈ വിട്ടുകൊടുത്തു. ഇത് ഓർക്കുന്ന വൈറ്റ് ബിയർഡ്, ഡാ കീടമേ, ആ സ്ട്രോ ഹാറ്റ് കാണാൻ റെഡ് ഹെയർ ഷാങ്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഷാങ്സിനെ അറിയോ? എനിക്കിത് ഷാങ്സ് തന്നതാ. നീ ഇവിടേക്ക് വന്നത് നിന്റെ ബ്രദറിനെ രക്ഷിക്കാനാണോ? അതേ എന്ന് ലൂഫി. നീ ആരുടെ കൂടെ കളിക്കുന്നത് നിനക്കറിയോ എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് തന്റെ ആയുധം താഴേക്ക് കുത്തിയിട്ട്, നിന്നെ പോലെയുള്ള ഒരു കീടം ഇവിടെ കിടന്ന് ചാവും, മിണ്ടാതിരിക്കടോ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കിങ് ഓഫ് ദ പൈററ്റ് ആവണം അല്ലേ, പക്ഷേ ഞാനാണ് ദ വൺ ഹൂ വിൽ ബിക്കം ദ കിങ് എന്ന് ലൂഫി വൈറ്റ് ബിയർഡിന്റെ മുഖത്ത് നോക്കി ഒച്ചത്തിൽ പറയുമ്പോ അവിടെയുള്ള എല്ലാവരും അത് കേട്ട് ഞെട്ടി തരിച്ചുപോയി. അപ്പൊ വൈറ്റ് ബിയർഡ് അയാളുടെ ആയുധം കറക്കി കറക്കി നിലത്തൊരു കുത്ത്, എന്നിട്ട് ചിരിച്ചോണ്ട് ലൂഫിയോട്, നീ ഒരു മിടുക്കൻ തന്നെ, പക്ഷെ നീ കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടായാ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. അതിന് ലൂഫി, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഞാൻ എയ്സിനെ രക്ഷിക്കാൻ പോവാ. ഇത് കണ്ട് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാര്, അവനാണ് ലൂഫി, അവനെങ്ങനെ വൈറ്റ് ബിയർഡിനെ അറിയാം? അപ്പൊ ഹെൽമിപ്പോ കോബിയോട്,
എനിക്കിത് മനസ്സിലാവുന്നില്ല. അത്രയും വലിയൊരു ജയിലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവൻ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടൊന്ന് വിളിക്കണ്ടേ? എന്തിനാ അവൻ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്ന ഈ നരകത്തിലേക്ക് വന്നത്? കാരണം അവൻ ലൂഫിയാണ്, അതുകൊണ്ട് അവൻ അങ്ങനെയാണ്. ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ അടുത്ത് നിൽക്കുന്ന ലൂഫി, ഡോ കിളവാ, ഞാൻ നേവി ഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കാര്യം കേട്ടു. ലൂഫി പറയുന്നത് കേട്ട് ദൂരത്തുള്ള ബഗ്ഗി, അവനെന്തൊരു മണ്ടനാ നോക്ക്. ആ വൈറ്റ് ബിയർഡ് ആണെങ്കിലോ അവൻ പറയുന്നതൊക്കെ കേട്ട് നോക്കിയിരിക്കുന്നു. അങ്ങേർക്ക് ആ മണ്ടന്റെ ചന്തി അടിച്ച് പൊട്ടിച്ചൂടെ? ലൂഫി വൈറ്റ് ബിയർഡിനോട് പോവാൻ കേട്ട കാര്യം എന്താന്ന് പറഞ്ഞു. അപ്പോ അവർ എയ്സിനെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ പോവാണല്ലേ? പക്ഷെ നിനക്കിതിൽ ഉറപ്പുണ്ടോ എന്ന് വൈറ്റ് ബിയർഡ് ചോദിക്കുമ്പോ അതിന് ലൂഫി, അവരങ്ങനെയാണ് പറഞ്ഞത്, എല്ലാം റെഡി ആയതിനു ശേഷം അവരത് ചെയ്യുമെന്ന്. കുറെ കാര്യങ്ങൾ അവരുടെ സീക്രട്ട് കോഡ് യൂസ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത്. അത്രയൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയാം നിങ്ങളും എയ്സിനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അത് ശരി, അപ്പൊ കാര്യങ്ങളൊക്കെ അവർ അങ്ങനെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നീ ഇതെന്നോട് പറഞ്ഞതിന് നന്ദിയുണ്ട്. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വൈറ്റ് ബിയറിനോട് ലൂഫി പറയുമ്പോ അത് കേട്ട് ബഗ്ഗി ആവട്ടെ, നോക്ക് ഞാൻ എന്താ ഈ കാണുന്നേ? എങ്ങനെയാണ് അവന് വൈറ്റ് ബിയറിനോട് ഇത്ര സാധാരണയായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ബഗ്ഗി ഷോക്കായി നിൽക്കുമ്പോ, ഓക്കെ എയ്സ്, ഞാൻ നിന്റെ അടുത്തേക്ക് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ലൂഫി വൈറ്റ് ബിയറിന്റെ അടുത്ത് നിന്ന് യുദ്ധം നടക്കുന്ന കളത്തിലേക്ക് ചാടി എയ്സിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. മുന്നിൽ അവനെ തടയാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ലൂഫി അടിച്ച് നിരത്തി മുന്നിലേക്ക് പോകുന്നു. അപ്പോ ഇവനാണല്ലേ എയ്സിന്റെ ബ്രദർ, 3rd ഡിവിഷൻ, ആ പയ്യനെ സഹായിക്ക് എന്ന് 3rd ഡിവിഷന്റെ ക്യാപ്റ്റൻ ജോസ്. അതുകൊണ്ട് ജീംബെ, നമുക്കും അവനെ സഹായിക്കണം എന്ന് പറഞ്ഞ് കളത്തിലേക്ക് ചാടി. കൂടെ തന്നെ ഇവാൻഗോയും അവരുടെ ആൾക്കാരും. വൈറ്റ് ബിയർഡിന്റെ 14ാമത്തെ ഡിവിഷൻ ഇപ്പൊ എയ്സിന്റെ എക്സിക്യൂഷൻ ഗ്രൗണ്ടിന്റെ അടുത്തെത്തി. ഇതേ സമയം വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് വരുന്ന മാർക്കോ, പോപ്സ്, അവർ എയ്സിന്റെ എക്സിക്യൂഷൻ പെട്ടെന്ന് നടത്താൻ പോവാണെന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി. അതെനിക്കറിയാം. നമ്മുടെ സ്ക്വാഡും ബാക്കിയുള്ളവരും ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവരെല്ലാവരും വൈസ് അഡ്മിറൽസിന്റെ കൂടെ പൊരുതി ക്ഷീണിച്ചു, അതുകൊണ്ട് ഞാൻ അവരെ സഹായിക്കാൻ പോവാണ് എന്ന് മാർക്കോ പറഞ്ഞപ്പോ, അത് വേണ്ട, ഇതൊക്കെ അവരുടെ പ്ലാനിന്റെ ഭാഗമായിരിക്കും. നമുക്കിപ്പോ ചെറിയ വിവരങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സെങ്കോക്കു അത്ര പെട്ടെന്നൊന്നും അവന്റെ പ്ലാൻ അവന്റെ ശത്രുക്കൾ അറിയാൻ അനുവദിക്കില്ല. സെങ്കോക്കു അത്ര മണ്ടനൊന്നുമല്ല. ഇവിടെ ഇപ്പൊ 14ാമത്തെ ഡിവിഷൻ എയ്സിന്റെ എക്സിക്യൂഷൻ ഗ്രൗണ്ടിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കിസാറു ലൈറ്റ് സ്പീഡിൽ വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നു. നിന്നെയൊന്നും അത്ര പെട്ടെന്ന് ഞാൻ ഇതിന്റെ മുകളിലേക്ക് കയറാൻ സമ്മതിക്കില്ലടാ. ഇപ്പൊ ഓടി വരുന്ന ലൂഫി, നീയാണല്ലേ അന്ന് സബോഡിയിൽ ഉണ്ടായിരുന്നത്? അതെ, ഞാൻ തന്നെ. അന്ന് സെലസ്റ്റിയൽ ഡ്രാഗൺസ് പറഞ്ഞതുകൊണ്ട് നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനാണ്, സ്ട്രോ ഹാറ്റ് ലൂഫി എന്ന് പറഞ്ഞ് കിസാറു അവന്റെ പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഇവാൻഗോ തന്റെ പവർ യൂസ് ചെയ്ത് ലൂഫിയെ തള്ളി മാറ്റുന്നത്. അങ്ങനെ കിസാറുവിന്റെ അറ്റാക്ക് കാരണം അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതുകൊണ്ട് ബഗ്ഗി, എനിക്കിപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോ ഇത്രയും നേരം ക്യാപ്റ്റൻ ബഗ്ഗി എന്ന് വിളിച്ച് അവന്റെ കൂടെ ഉണ്ടായിരുന്നവര്, എന്താ ക്യാപ്റ്റൻ ബഗ്ഗി നിങ്ങൾ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് കിസാറുവിനെ നശിപ്പിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകണമെന്നല്ലേ? നിങ്ങളെ പോലെയുള്ള ഒരു ലെജൻഡറി പൈററ്റിന് മാത്രമേ അഡ്മിറൽ കിസാറുവിന്റെ കൂടെ പേടിയില്ലാതെ ഏറ്റുമുട്ടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ അവര് പറയുന്നത് കേട്ട് ബഗ്ഗി, ഓഹോ അങ്ങനെയാണോ? ഞാൻ അതല്ലല്ലോ ഈ മണ്ടന്മാരോട് പറഞ്ഞത്. ഇവിടെ നിലത്ത് വീണ് കിടക്കുന്ന ലൂഫിയോട് ഇവാൻഗോ, സ്ട്രോബോയ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല ഇവാച്ചാൻ, എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദി. എന്റെ ഒരേയൊരു മിഷൻ നിന്നെ രക്ഷപ്പെടുത്തുന്നത് മാത്രമാണ് എന്ന് ഇവാൻഗോ പറയുന്ന സമയത്ത് ദൂരത്ത് നിന്ന് ആരോ ഇവാൻഗോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കിസാറു, നീ വീണ്ടും? അല്ല, അത് അവനല്ല, കൂമ. ദൂരത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കൂമയെ ഇവാൻഗോ കണ്ടു. ആ കരടിയെ പോലെയുള്ളവരാണ് ഞങ്ങളെ എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് ലൂഫി പറയുന്ന സമയത്ത് കൂമ ഇവാൻഗോയെ അറ്റാക്ക് ചെയ്തു. പെട്ടെന്ന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇവാൻഗോ, ബാർത്തലോമിയോ കൂമ, നീ എന്തിനു ഇങ്ങനെ ചെയ്തത്? എനിക്കറിയാം നിനക്കൊരു വാർലോഡിന്റെ പദവി ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് രണ്ടുപേർക്ക് ഒരുപാട് നാളായിട്ട് അറിയില്ലേ, എന്നിട്ടും നിനക്ക് എങ്ങനെ എന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നി എന്ന് ചിന്തിക്കുന്ന ഇവാൻഗോ, ഹേയ് എങ്ങനെയാടാ നിനക്ക് എന്ന് പറയാൻ തുടങ്ങിയതും കൂമ ഇവാൻഗോയ്ക്ക് നേരെ മറ്റൊരു അറ്റാക്ക് ചെയ്തു. അത് കണ്ട് ലൂഫി ഇവാച്ചാണെന്ന് വിളിക്കുന്നു. പേടിക്കേണ്ട സ്ട്രോബോയ്, ഇത് എനിക്ക് വിട്ടു തന്നേക്ക്, എന്നിട്ട് നീ മുന്നിലേക്ക് ഓടിപ്പോ. അത് കേട്ട് ലൂഫി മുന്നിലേക്ക് ഓടി വരുമ്പോ ഈസ്റ്റ് ബ്ലൂവിൽ വെച്ച് കണ്ട ജാങ്കോ അതുപോലെ ഫുൾ ബോഡി ഇവര് രണ്ടുപേരും ലൂഫി അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ജാങ്കോ അവന്റെ ഹിപ്നോട്ടൈസിംഗ് പവർ യൂസ് ചെയ്ത് ലൂഫിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൂഫിക്ക് പകരം അവര് രണ്ടുപേരും ഹിപ്നോട്ടൈസ് ആയി താഴെ വീണു. അപ്പൊ മറൈനിലെ ഹീന വന്ന് ലൂഫി പിടിച്ചു കിട്ടാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പൊ നിന്നെ പോലെയുള്ളവരുടെ കൂടെ കളിച്ചു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ലൂഫി ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടി പോകുന്നു. ഇതേ സമയത്ത് മറൈൻ ഫോർട്ടിന്റെ പുറത്ത് വൈറ്റ് ബിയർഡിന്റെ സ്ക്വാഡ് എന്ന് പറയുന്ന മെമ്പർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു നേവി ഓഫീസർ വന്നു. എന്നാൽ അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ലൂഫി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതോറും ഒരുപാട് സോൾജേഴ്സ് അവൻ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ലൂഫിക്ക് അടി കിട്ടുന്നുണ്ട്, മുറിവാകുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് നേരം സഹിക്കാൻ പറ്റാതെ എയ്സ്, മാറി നിൽക്ക് ലൂഫി എന്ന് പറഞ്ഞ അലറുന്നു. നമ്മൾ രണ്ടുപേരും പൈററ്റ്സ് ആണ്, നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കടലിൽ സഞ്ചരിക്കുന്നത്. എനിക്ക് എന്റേതായ ഒരു വഴിയുണ്ട്, എനിക്ക് എന്റേതായ ഫ്രണ്ട്സും ഉണ്ട്. അതുകൊണ്ട് നീ ഈ പ്രശ്നത്തിൽ തലയിടാൻ വരണ്ട. നിന്നെ പോലെയുള്ള ഒരു കീടത്തിന് എന്നെ രക്ഷിക്കണമെന്നോ അതിന് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് അതെന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തിരിച്ച് പോ ലൂഫി, എന്തിനാ നീ ഇവിടേക്ക് വന്നത് എന്ന് എയ്സ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, ഞാൻ നിന്റെ കാല് പിടിക്കാൻ ലൂഫി, എന്റെ വിധി ഒരിക്കലും നിനക്ക് വരാൻ പാടില്ല, ഇതെല്ലാം എന്റെ തെറ്റാണ് എന്നിങ്ങനെ എയ്സ് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ ബ്രദറാണ് എന്ന് ലൂഫി പറയുന്നത് കേട്ട് എയ്സിന് അവന്റെ പഴയ കാര്യം ഓർമ്മ വരുന്നു. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? ഈ ഒരു കപ്പ് സാക്കെ നമ്മൾ കൈമാറി കഴിയുന്നതോടെ നമ്മൾ ബ്രദേഴ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു സമയം മുതലേ നമ്മൾ ബ്രദേഴ്സ് ആണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും സാക്കെ കൈമാറി. ഇത് എയ്സ് ഓർക്കുമ്പോ ചുറ്റുമുള്ള ആൾക്കാർ ലൂഫി പറഞ്ഞത് കേട്ട് അവനിപ്പോ പറഞ്ഞത് അവൻ അവന്റെ ബ്രദർ ആണെന്നല്ലേ? അപ്പൊ ഇവനും ഗോൾഡി റോജറിന്റെ മകനാണോ? എയ്സ് ജനിച്ച
ജനിച്ച സമയത്ത് അവന്റെ പാരന്റ്സ് രണ്ടുപേരും മരിച്ചുപോയി. അതുകൊണ്ട് ഇത് ഒരിക്കലും സാധ്യമല്ല. ഇതേ സമയത്ത് മോരിയ വന്നുകൊണ്ടിരിക്കുന്ന ലൂഫിയെ അവന്റെ സോംബി സോൾജേഴ്സിനെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീംബെ പെട്ടെന്ന് കടൽ വെള്ളം യൂസ് ചെയ്ത് ആ സോംബി സോൾജേഴ്സിന്റെ ആത്മാവ് അവൻ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ലൂഫിയുടെ അടുത്തേക്ക് എത്തിയ ജീംബെ, ലൂഫി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോഴൊരു വലിയ ജയന്റ് നേവി ഓഫീസർ വന്ന് ലൂഫി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ സെങ്കോക്കു അവനും എയ്സും ഒരുമിച്ചാണ് വളർന്നത്. അതുപോലെ അവൻ റവല്യൂഷണറി ആർമിയിലെ ഡ്രാഗന്റെ മകനാണ്. അത് കേട്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ ദ റവല്യൂഷണറി ഡ്രാഗണോ, ചരിത്രത്തിലെ ഏറ്റവും കൊടൂരനായിട്ടുള്ള കുറ്റവാളി, ബഗ്ഗിയുടെയും മിസ്റ്റർ 3യുടെയും കിളി പോയി. ഈ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അവന്റെ അച്ഛനൊരു വലിയ പേര് തന്നെയുണ്ട്. അപ്പൊ ബോവ ഹാൻകോക്ക് ആവട്ടെ ലൂഫിയുടെ അച്ഛനൊരു ചെകുത്താനാണെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ലൂഫിയുടെ അച്ഛൻ റവല്യൂഷണറി ഡ്രാഗൻ ആണെന്ന് അറിയുന്ന എല്ലാവരുടെയും മുഖം ഒരു നിമിഷത്തേക്ക് മാറി. അപ്പൊ ക്യാപ്റ്റൻ സ്മോക്കർ, അങ്ങനെ വരട്ടെ, ഇപ്പോഴാണ് എനിക്ക് എല്ലാത്തിന്റെയും ഉത്തരം കിട്ടിയത് എന്ന് പറഞ്ഞ് പണ്ട് ലോക്ക്ഡൌണിൽ വെച്ച് ഡ്രാഗൻ ലൂഫിയെ സഹായിച്ചത് ഇപ്പൊ ക്യാപ്റ്റൻ സ്മോക്കർ ഓർമ്മ വരുന്നുണ്ട്. ഇതേ സമയത്ത് മറൈൻ ഫോർഡിലുള്ള ആൾക്കാർ മാത്രമല്ല ഷോക്കാവുന്നത്, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതൊരു പുതിയ ന്യൂസ് ആണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഗാർപ്പ് ഇനിയും ഇത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പേര് ഒരിക്കലും അവനെ ഇനി വേദനിപ്പിക്കാൻ പോകുന്നില്ല. കാരണം അവൻ ഇപ്പൊ തന്നെ അവന്റെ അതിരുകൾ വിട്ട് പോയി കഴിഞ്ഞു. നിങ്ങൾ രണ്ട് ബ്രദേഴ്സും മണ്ടന്മാര് തന്നെ. ലൂഫി ഇപ്പൊ ഗിയർ 3 യൂസ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യുന്ന ജയന്റ് ആയിട്ടുള്ള നേവി ഓഫീസറിനെ ഒരേ ഒരു പഞ്ചില് അടിച്ച് താഴെ ഇടുന്നു. എയ്സ്, നിനക്ക് എന്ത് തോന്നിയാലും നീ അത് പറഞ്ഞോ. ഇനി മരണത്തിലേക്കാണെങ്കിൽ പോലും ഞാൻ നിന്നെ രക്ഷിക്കാൻ വരും. അത് കേട്ട് ബാക്കിയുള്ളവര് ആ ചെറിയ പയ്യൻ തകർത്തല്ലോ. അവൻ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എയ്സിന്റെ ഫാമിലിയാണ് ഞങ്ങൾ, അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങൾ എയ്സിനെ രക്ഷപ്പെടുത്തും. മാർക്കോ, ആ ചെറിയ പയ്യനെ നമുക്ക് മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് വൈറ്റ് ബിയർഡും. ഇപ്പൊ ലൂഫിക്ക് ചുറ്റും അവനെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സെങ്കോക്കു എയ്സിനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അതുപോലെ ആ ലൂഫി ഇനിയും മുന്നോട്ട് വരാൻ പാടില്ല എന്ന് സെങ്കോക്കു പറയുന്നു. അത് കേട്ട എല്ലാ മറൈൻ സോൾജേഴ്സും ലൂഫിയെയും അവന്റെ കൂടെയുള്ള പൈററ്റ്സിനെയും ആക്രമിക്കാൻ ഓടി വരുന്നു. അങ്ങനെ മറൈൻസും പൈററ്റ്സും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നു. ഒരു വലിയ ഏറ്റുമുട്ടൽ തന്നെ അവർക്കിടയിൽ നടക്കുകയാണ്. വൈസ് അഡ്മിറൽസ് ചേർന്ന് ഒരുപാട് പൈററ്റ്സിനെ വെട്ടി താഴെ ഇടുന്നുണ്ടെങ്കിലും എയ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഒരുപാട് പൈററ്റ്സ് മുന്നോട്ട് ഓടി വരുന്നു. കുറച്ചുപേര് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരനത് ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇതുവരെ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. നമ്മുടെ ലൂഫിയെ ഒരുപാട് മറൈൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ലൂഫി അവരൊക്കെ അടിച്ച് താഴെയിട്ട് എയ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനുള്ള ഭാഗത്തേക്ക് ഓടി വരികയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന എയ്സിനെ സഹായിക്കുന്നില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്റെ വിധി ഒരുപക്ഷെ ഇതായിരിക്കും. ഞാൻ ഇത് അർഹിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി അവരുടെ ജീവൻ അവർ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എയ്സിന്റെ സെക്കൻഡ് ഡിവിഷനിലെ ആൾക്കാർ, ഞങ്ങളാണ് വൈറ്റ് ബീഡ്സിലെ സെക്കൻഡ് ഡിവിഷൻ, കമാൻഡർ എയ്സിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നു. അപ്പോൾ എയ്സ് ആവട്ടെ, എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എന്നെ പോലെയുള്ള ഒരുത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ലൂഫി, പോപ്സ്, നിങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാ എന്ന് ചിന്തിക്കുന്ന എയ്സിനോട് ഗാർപ്പ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അതിന് എയ്സ്, ഞാൻ തയ്യാറാണ്. എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തിനെയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വരുന്ന ഓരോ സഹായങ്ങളും ഞാൻ സ്വീകരിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന ഓരോ ശിക്ഷയും ഞാൻ സ്വീകരിക്കും. ഞാൻ ഇനിയും കഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ഈ കാര്യം അവർക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് എയ്സ് പറയുന്നു. ഇവിടെ മറ്റൊരു ഭാഗത്ത് ക്യാപ്റ്റൻ ബഗ്ഗിയെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ, ക്യാപ്റ്റൻ ബഗ്ഗി, നമ്മളെന്താ ഇത്രയും നേരമായിട്ട് ഒന്നും ചെയ്യാത്തത്? ആ സ്ട്രോ ഹാറ്റ് വരെ കളത്തിലേക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വൈറ്റ് ബിയർഡിനെ പോയി തോൽപ്പിക്കണം. ക്യാപ്റ്റൻ ബഗ്ഗി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് അവന്റെ ആൾക്കാർ പറയുന്നു. അതിന് ബഗ്ഗി, ശരി ശരി, നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് ചെയ്യാം എന്ന് ബഗ്ഗി അവരോട് ധൈര്യത്തോടെ പറഞ്ഞിട്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇവന്മാരോട് പറഞ്ഞും പോയി. ഈ വാർ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇവന്മാർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയണ്ടല്ലോ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും നല്ലത് എന്ന് ബഗ്ഗി ചിന്തിക്കുന്നു. ഏയ് ഡാ ചുമന്ന മൂക്ക എന്ന് ബഗ്ഗിയെ ആരോ വിളിക്കുന്നു. ആരാണടാ എന്നെ അങ്ങനെ വിളിച്ചത്? ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് ഇറങ്ങി വാടാ എന്ന് ബഗ്ഗി പറഞ്ഞു നോക്കുമ്പോ അത് വൈറ്റ് ബിയർഡാണ്. നിന്നെ എനിക്കറിയാം. നീ റോജറിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആ പീറ പയ്യനല്ലേ? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. അതിരിക്കട്ടെ, നീ ഒരുപാട് പ്രിസണേഴ്സിനെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടല്ലോ. എന്താ നീ എന്നെ വെല്ലുവിളിക്കാൻ വന്നതാണോ? പെട്ടെന്ന് ബഗ്ഗിയുടെ ആൾക്കാര് അതേന്ന് പറയുന്നു. അതിന് ബഗ്ഗി, മിണ്ടാതിരിക്കടാ, അങ്ങേരുടെ ഒരടിക്കില്ല നിങ്ങള് പണ്ടാരം. എനിക്ക് ഇനി ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ബഗ്ഗി, ഹേയ് വൈറ്റ് ബിയർഡ്, അവസാനം നമ്മൾ കണ്ടുമുട്ടി, ഇനി നീ തയ്യാറായിക്കോ എന്നിങ്ങനെ ബഗ്ഗി അവന്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വൈറ്റ് ബിയർഡിനെ നോക്കി വെല്ലുവിളിക്കുമ്പോ, ഓ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ നീ അടുത്തതായിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് നിനക്ക് കൈകാര്യം ചെയ്യാൻ ഇവിടെ ഒരുപാട് നേവി സോൾജേഴ്സ് ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് പോലും അവരെ മുഴുവനായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ചേർന്നൂടെ? നമ്മൾ പൈററ്റ്സ് അല്ലേ? എന്നിട്ട് ഈ നേവി സോൾജേഴ്സിനെ നമുക്ക് തോൽപ്പിക്കാം. അതിനുശേഷം വേണമെങ്കിൽ നീ എന്നെ കൊന്നോ. അത് കേട്ട് ബഗ്ഗിയുടെ മുഴുവൻ ആൾക്കാർക്കും അതിശയായി. കാരണം വൈറ്റ് ബിയർഡ് ഇത്രയും നല്ലൊരു ഓഫർ മുന്നോട്ട് വെച്ചില്ലേ. അപ്പൊ ബഗ്ഗി ആവട്ടെ, എന്നാ ശരി വൈറ്റ് ബിയർഡ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേരാം എന്ന് പറഞ്ഞ് ബഗ്ഗി പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ വൈറ്റ് ബിയർഡിന്റെ അടുത്തുള്ള മാർക്കോ, പോപ്സ്, ആ മണ്ടന്മാരത് വിശ്വസിച്ചു. അതെ, ആ ചുവന്ന മൂക്കനെയും അവന്റെ കൂടെയുള്ള ആൾക്കാരെയും നമ്മുടെ കൂടെ നിർത്തുന്നത് നല്ലതായിരിക്കും എന്ന് വൈറ്റ് ബിയർഡ്. ഇതേ സമയത്ത് മറൈൻസ് സെങ്കോക്കുവിന്റെ പ്ലാൻ അനുസരിച്ച് ഒരുപാട് മറൈൻ വാർഷിപ്പ് യൂസ് ചെയ്ത് വൈറ്റ് ബിയർഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ വൈറ്റ് ബിയർഡ് അവന്റെ ആൾക്കാരെ വിളിച്ച്, നിങ്ങൾ സ്ക്വാഡിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും സ്ക്വാഡിനെ കണ്ടിട്ടില്ല. അയാൾ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് വൈറ്റ് ബിയർഡ് അവന്റെ മുഴുവൻ ആൾക്കാരോടും വന്നുകൊണ്ടിരിക്കുന്ന വാർഷിപ്പ് ആദ്യം നശിപ്പിക്കാൻ പറയുന്നു. അതനുസരിച്ച് എല്ലാ കമാൻഡേഴ്സും വാർഷിപ്പ് നശിപ്പിക്കാൻ പോകുന്നു. ഇവിടെ ഇപ്പൊ നമ്മുടെ ലൂഫിയുടെ അടുത്തേക്ക് ഇവാൻഗോ, ജീംബെ,
ജീംബെ അങ്ങനെയുള്ള എല്ലാവരും സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ലൂഫി എയ്സിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി ക്ലിയർ ചെയ്ത് തരാൻ ഇവാൻഗോയോടും ജീംബയോടും പറയുന്നു. അങ്ങനെ ലൂഫി ഇവാൻഗോയും ജീംബയും ചേർന്ന് അവരെ എയ്സിന്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കാതെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് നേവി സോൾജേഴ്സിനെ ഒരേ ഒരു അറ്റാക്കിൽ അടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ ക്ലിയർ ആയ പാതയിലൂടെ നമ്മുടെ ലൂഫിയും കൂടെയുള്ള ആൾക്കാർ ഓടി വരുമ്പോൾ ലൂഫിയെ തടയാൻ അവന്റെ മുന്നിൽ മോരിയ കയറി നിൽക്കുന്നു. അപ്പൊ ജീംബെ മോരിയെ ഞാൻ നോക്കിക്കോളാം ലൂഫി, നീ നിന്റെ സമയം കളയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ജീംബെ മോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ലൂഫി ഇവാൻഗോയും മുന്നോട്ട് ഓടി പോവുകയാണ്. മോരിയുടെ കൂടെയുള്ള ഫൈറ്റില് ജീൻബെ ഫിഷ്മാൻ കരാട്ടെ യൂസ് ചെയ്ത് മോരിയെ അടിച്ച് തോൽപ്പിച്ചു. ഇതേ സമയത്ത് ഓടി വരുന്ന ലൂഫിയെ ക്യാപ്റ്റൻ സ്മോക്കർ അടിച്ച് തെറിപ്പിക്കുന്നു. സോ സ്ട്രോ ഹാറ്റ് ലൂഫി, നമ്മളങ്ങനെ അവസാനം കണ്ടുമുട്ടിയല്ലേ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് സ്മോക്കർ പറയുമ്പോൾ ലൂഫി അവന്റെ ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് സ്മോക്കറിന് ഒരുപാട് പഞ്ച് ചെയ്യുന്നു. പക്ഷെ ഒരു പഞ്ച് പോലും സ്മോക്കറിനിട്ട് കൊള്ളുന്നില്ല. പെട്ടെന്ന് സ്മോക്കർ ലൂഫിയെ അടിച്ച് താഴെയിട്ട് അവന്റെ കയ്യിലുള്ള സീപ്രസൻ സ്റ്റോണിന്റെ ആയുധം യൂസ് ചെയ്ത് ലൂഫിയുടെ കഴുത്തിലേക്ക് കുത്തിപ്പിടിക്കുന്നു. സ്ട്രോ ഹാറ്റ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് നിന്നെ ഡ്രാഗൺ ലോക്ക്ഡൌണിൽ വെച്ച് സഹായിച്ചതെന്ന്. അന്ന് ഡ്രാഗൺ എന്നെ പിടിച്ചു നിർത്താനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴോ ഒരുത്തനും നിന്നെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് ക്യാപ്റ്റൻ സ്മോക്കർ പറയുന്നു. ആ സമയത്താണ് അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞ് ബോവ ഹാൻകോക്ക് പെട്ടെന്ന് സ്മോക്കറിനെ ചവിട്ടി മാറ്റി. അതിൽ സ്മോക്കറിന് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം സ്മോക്കറിന്റെ ബോഡി മുഴുവൻ പുകയാണ്. സോ എങ്ങനെയാണ് ബോവ ഹാൻകോക്ക് സ്മോക്കറിനെ ചവിട്ടിയത്? അതുകൊണ്ടാണ് സ്മോക്കറിന് വിശ്വസിക്കാൻ പറ്റാത്തത്. ഹേയ് ബോവ ഹാൻകോക്ക്, നീ എന്തായി ചെയ്തേ? നിനക്കും വാർലോഡ് എന്ന പദവി നഷ്ടപ്പെടണമെന്നുണ്ടോ? മിണ്ടാതിരിക്കടാ, ഞാൻ നിന്നെ ചവിട്ടിയത് എന്റെ ദേഷ്യം കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അടിക്കാൻ എന്തൊരു ധൈര്യമുണ്ട്? ഇത്രയും ദേഷ്യം എനിക്ക് ഇതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടാ. നിന്നെ ഞാൻ വെട്ടി തുണ്ടം തുണ്ടമാക്കി ബീസ്റ്റുകൾ കെട്ടിക്കൊടുക്കും. ഇത് കേട്ട് ക്യാപ്റ്റൻ സ്മോക്കർ അതാണല്ലേ ഹാക്കി ഓഫ് കൂജ എന്ന് പറയുന്നു. ഇതേ സമയത്ത് പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂമയുടെ അടുത്തേക്ക് ഇവാൻഗോ വന്നിട്ട് പറയും, ഇത് ഞാനാണ് കൂമ, നീ എന്നെ മറന്നുപോയോ? നീ ഇപ്പൊ അറ്റാക്ക് ചെയ്യേണ്ടത് നിർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിനക്ക് എങ്ങനെ അവനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല. എംബോരിയോ ഇവാൻഗോ എന്ന് ഇവാൻഗോയുടെ ഡോഫ്ലമിംഗോ, നീ എന്താ ഉദ്ദേശിച്ചത്? ഇവനെന്താ സംഭവിച്ചത് എന്ന് ഇവാൻഗോ ചോദിക്കുമ്പോ, നീ ബാർത്തലോമിയോ കൂമയുടെ ഫ്രണ്ട് അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സമയത്ത് അവനെ ടൈറന്റ് കൂമ എന്നാണ് വിളിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ അവൻ മരിച്ചുപോയി. നീ എന്താ ഈ പറയുന്നേ? കൂമ മരിച്ചുപോയെന്നോ? ഇതേ സമയത്ത് ലൂഫിയുടെ അടുത്തുള്ള ബോവ ഹാൻഡ്ബുക്കിന്റെ കയ്യിൽ എയ്സിനെ പൂട്ടി വെച്ചിരിക്കുന്ന സീപ്രസം സ്റ്റോൺ അഴിക്കാനുള്ള ചാവിയുണ്ട്. അത് ബോവ ഇപ്പൊ ലൂഫിക്ക് കൊടുക്കുന്നു. അത് കിട്ടുന്ന ലൂഫിക്ക് സന്തോഷമായിട്ട് അവൻ ചാടി വന്ന് ബോവയെ കെട്ടിപ്പിടിക്കുകയാണ്. ബോവ, ഇത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ലൂഫി കെട്ടിപ്പിടിക്കുമ്പോ, ഏയ് പ്രശ്നമൊന്നുമില്ല ലൂഫി, നീ ഇപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് ബോവ പറഞ്ഞത് കേട്ട് ശരിയെന്ന് പറഞ്ഞ ലൂഫി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ബോവയാവട്ടെ ലൂഫി കെട്ടിപ്പിടിച്ച സന്തോഷത്തില് നിലത്തേക്ക് ഇരുന്നു പോയി. അത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ലൂഫി ബോവ എന്തോ ചെയ്തു എന്നാണ്. അപ്പോൾ നിലത്തിരിക്കുന്ന ബോവ, ലൂഫി പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പോഴും എന്റെ കയ്യിലും എന്റെ ചെസ്റ്റിലും എനിക്ക് ലൂഫിയെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനെയാണോ മാരേജ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ബോവ ഹാൻകോക്ക് ലൂഫിയുടെയും അവളുടെയും കല്യാണം നടക്കുന്നതായിട്ട് ആലോചിച്ചു കൂട്ടുന്നുണ്ട്. ഈ സമയത്ത് ഓടിപ്പോകുന്ന ലൂഫിയെ ക്യാപ്റ്റൻ സ്മോക്കർ പിടിക്കാൻ വരുമ്പോ അപ്പൊ ലൂഫിയെ സഹായിക്കാൻ ബോവ ഹാൻകോക്ക് ക്യാപ്റ്റൻ സ്മോക്കറിനെ തടഞ്ഞു നിർത്തി. ലൂഫി ഇപ്പോ, എയ്സ് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാനുള്ള ചാവിയുമായിട്ട് മുന്നോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവാൻഗോ, എന്താ നീ പറഞ്ഞേ? കൂമ മരിച്ചു പോയെന്നോ? അപ്പൊ ഇവിടെ നിൽക്കുന്നത് ആരടാ? വെറുതെ തോന്നിവാസം പറയരുത്. ഇവര് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ലൂഫിയും ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവാചാൻ, ആ കരടിയെ പോലെയുള്ളവൻ. ഇവാചാൻ ശ്രദ്ധിക്ക്, അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ല, ശരി കൂമ, എന്റെ വഴിയിൽ നിന്ന് മാറ്. പക്ഷെ അത് കേട്ട് കൂമ മാറുന്നില്ല. അപ്പൊ ഇവാൻഗോയുടെ അടുത്തേക്ക് എത്തുന്ന ലൂഫി, ഇവാചാൻ, ഇവനെ നിങ്ങൾക്കറിയോ? എനിക്കറിയാം, ചെറുതായിട്ട്. പക്ഷേ ഇവനിപ്പോ എന്തോ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവന്റെ ഓർമ്മയുണ്ടല്ലേ? പക്ഷെ നിങ്ങൾ അറിയുന്ന കൂമ ഇവനല്ല. അല്ല, എനിക്കറിയുന്ന കൂമ ഇവനാണ്, പൗ ഡബിൾ ഫ്രൂട്ട് യൂസർ. കൂമ എന്തെങ്കിലും സംസാരിക്കേ എന്ന് ഇവാൻഗോ പറയുമ്പോ അതിന് ഡോഫ്ലമിംഗോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവനോട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഒരു ദിവസം മുന്നേ വേൾഡ് ഗവൺമെന്റിന്റെ സയന്റിസ്റ്റ് ഡോക്ടർ വെഗാപങ്ക് ഇവനെ മോഡിഫൈ ചെയ്തു. അങ്ങനെ ഇവൻ മുഴുവനായിട്ടും ഒരു ഹ്യൂമൻ വെപ്പൺ ആയിട്ട് മാറി. സത്യത്തിൽ ഇവൻ വേൾഡ് ഗവൺമെന്റിന്റെ സയൻസ് ലാബിലെ ഒരു പുതിയ ഹ്യൂമൻ വെപ്പൺ ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണ വസ്തുവാണ്. ഇവൻ ഓർമ്മയുണ്ടായിരുന്ന സമയത്ത് ആദ്യം ഇവന്റെ കൈ, പിന്നെ ഇവന്റെ കാല്, അങ്ങനെ ഓരോ പാർട്സും പീസ് ആയിട്ട് മോഡിഫൈ ചെയ്തു. അത് കേട്ട് ഇവാൻഗോ, നീ ഞങ്ങളോട് കള്ളം പറയണ്ട, ഇവന് വേൾഡ് ഗവൺമെന്റിന് ഇഷ്ടമല്ല, ഇവൻ ഒരിക്കലും അവർക്ക് വേണ്ടി ഇവന്റെ ജീവൻ കളയില്ല. ഇങ്ങനെ കിടന്ന് ഒച്ചയിടല്ലേ. ഇവനും വേൾഡ് ഗവൺമെന്റുമായിട്ട് എന്താ നടന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവൻ അവന്റെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവനൊന്നും ഓർമ്മയില്ല. ഇപ്പോഴിവൻ വേൾഡ് ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്ന
ഒരു മോൺസ്റ്റർ ആണ്. ഇവനാണ് പസഫിസ്റ്റ PX0. അതുകൊണ്ട് നിങ്ങൾ ഇവനെ പറ്റിയുള്ള പഴയതൊക്കെ മറക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഡോഫ്ലമിംഗോ പറഞ്ഞു തീർന്നതും വെപ്പണായിട്ട് മാറിയ കൂമ ലൂഫിയെ ഇവാൻഗോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വരുന്ന ഇവാൻഗോ, കൂമ ഇത്രയും വർഷത്തിനിടെ നിനക്ക് എന്താ സംഭവിച്ചേ? അപ്പൊ ലൂഫിക്ക് അന്ന് കൂമ സബോഡിയിൽ വെച്ച് അവനോട് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. നമ്മൾ ഒരിക്കലും ഇനി കാണില്ല, ഗുഡ് ബൈ. ഇതെന്തിനാണ് കൂമ ലൂഫിയോട് പറഞ്ഞതെന്ന് ഇപ്പൊ ലൂഫിക്ക് മനസ്സിലായി. അപ്പൊ ഇവാൻഗോ കൂമയ്ക്ക് നേരെ നടന്നു വരുമ്പോ പെട്ടെന്ന് കൂമ ചാടി മാറി ഇവാൻഗോയുടെ പുറകിലുണ്ടായിരുന്ന അവളുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന ഇവാൻഗോ കൂമയ്ക്ക് നേരെ ഓടി വന്ന് ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്ത് ഇവാൻഗോയുടെ മുഖം അത് പല മുഖമായിട്ട് മാറ്റി. അപ്പൊ വെപ്പണായിട്ടുള്ള കൂമയ്ക്ക് അതിലേതാണ് ശരിക്കുള്ള ഇവാൻഗോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇവാൻഗോ അവളുടെ മെയിൻ ടെക്നിക് ഗാലക്സി വിംഗ് യൂസ് ചെയ്ത് കൂമയെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് കിട്ടിയ കൂമ ദൂരേക്ക് പോയി തെറിച്ചു വീണു. നിനക്ക് എങ്ങനെ എന്റെ പഞ്ചാര പയ്യന്മാരെ അറ്റാക്ക് ചെയ്യാൻ തോന്നി? നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇവാൻഗോ ഓടി വന്ന് കൂമയെ ചവിട്ടി തെറിപ്പിച്ചു. എന്റെ മുഖം ഒരാൾ പോലും ഇതുവരെ അവരുടെ ജീവിതത്തിൽ എന്റെ മുഖം മറന്നു പോയിട്ടുണ്ടാവില്ല. പക്ഷേ നീ എന്റെ മുഖം മറന്നു പോയിട്ടുണ്ടെങ്കിലും, ഞാൻ എത്ര ഭയാനകരമാണെന്ന് നീ മറന്നു പോയിട്ടുണ്ടെങ്കിലും, അതെല്ലാം ഞാൻ നിന്റെ ബോഡിയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോവാണ്. ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാവരും സ്ട്രോബോയുടെ പുറകെ പോ എന്ന് പറഞ്ഞ് ഇവാൻഗോ അവളുടെ ആൾക്കാരെ ലൂഫിയുടെ പുറകെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ലൂഫിയും ഇവാൻഗോയുടെ ആൾക്കാരും എയ്സ് ഉള്ള ഭാഗത്തേക്ക് ഓടി പോവാണ്. ഇവിടെ ബഗ്ഗി അവന്റെ തമാശകളൊക്കെ കാണിച്ചു കൂട്ടി കുറച്ച് മറൈൻ സോൾജേഴ്സിനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഇനി ക്രോക്കോഡൈൽ ആവട്ടെ വൈറ്റ് ബേർഡിന്റെ ആൾക്കാരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ക്രോക്കോഡൈലിനെ വൈറ്റ് ബേർഡിന്റെ 3rd ഡിവിഷൻ കമാൻഡർ ജോസ് അവന്റെ ഡയമണ്ട് പവർ യൂസ് ചെയ്ത് ക്രോക്കോഡൈലിനെ അറ്റാക്ക് ചെയ്ത് അടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ ദൂരേക്ക് തെറിച്ചു വീഴുന്ന ക്രോക്കോഡൈലിനെ ജോസ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ അവന്റെ പുറത്ത് കയറി ഡോഫ്ലമിംഗോ ഇരിക്കുന്നു. എടാ മുതലേ, നീ എങ്ങനെ ജയിലിന്റെ അകത്ത് നിന്ന് ചാടിയത്? ഡോഫ്ലമിംഗോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നിന്റെ സംസാരം ശരിയില്ല. ഹേയ്, നിനക്ക് എന്തുകൊണ്ട് എന്റെ കൂടെ ചേർന്നൂടാ? ഇതേ സമയത്ത് ലൂഫി എയ്സിനെ ലക്ഷ്യമാക്കി ഓടി വരുമ്പോ അവൻ വരുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ വെട്ടുകൊണ്ട് താഴെ വീഴുന്നുണ്ട്. അവരെയൊക്കെ വെട്ടി താഴെയിട്ട ആള് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ ഡ്രാക്യൂൾ മീഹോക്ക്. എന്നോട് ക്ഷമിക്ക് ഷാങ്ക്സ്, എന്റെ പവർ എനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നടക്കാൻ പോകുന്ന വിധി ഒന്നെങ്കിൽ പുതിയ തലമുറയിലെ ഒരു കുട്ടിയുടെ ജീവൻ ഇവിടെ വെച്ച് അവസാനിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സോഡ് അവനെ രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മീഹോക്കിനെ കാണുന്ന ലൂഫി, ഇത്രയും ശക്തിയുള്ള മനുഷ്യന്റെ കൂടെ ഏറ്റുമുട്ടാൻ എനിക്കിപ്പോ സമയമില്ല. എയ്സ്, ഞാൻ നിന്നെ ഇത് രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ലൂഫി മീഹോക്കിന്റെ അടുത്തേക്ക് വരാതെ വേറെ ഭാഗത്തേക്ക് ചാടി പോകുന്നു. രക്ഷപ്പെട്ടു പോയ ലൂഫിയെ കണ്ടുപിടിക്കാൻ ലൂഫി ഓടിപ്പോകുന്നതിന്റെ സൗണ്ട് ശ്രദ്ധിച്ചു കേൾക്കുന്നു. എന്നിട്ട് മീഹോക്ക് അവന്റെ സോഡ് എടുത്ത് ഒരു ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ പെട്ട് ബാലൻസ് നഷ്ടപ്പെടുന്ന ലൂഫി തെന്നി അടിച്ചൊരു ഭാഗത്തേക്ക് വീഴാണ്. വീണ് കിടക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് ജിംബെ നടന്നു വന്നു. എയ്സിന്റെ സഹോദരൻ ലൂഫിക്ക് മാത്രമാണ് ഇതുപോലെയുള്ള ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഇനി വീണ്ടും ഞാൻ നിന്നെ ലൂഫിയെ തൊടാൻ സമ്മതിക്കില്ല, അതിന് മരണമായാ പോലും എന്ന് ജീംബെ പറയുന്നത് കേട്ട് മീഹോക്ക്, എന്തിനാ നീ ഇത് ചെയ്യുന്നത്? എനിക്ക് എയ്സിനെ രക്ഷിക്കണം. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ഇനി ഇത് ആരെ കൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട്, പ്രത്യേകിച്ച് അവിടെ കിടക്കുന്ന ലൂഫിക്ക്. അത് കേട്ട മീഹോക്ക് ജീംബയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. രണ്ടുപേരും എന്നിട്ട് നേർക്ക് നേരെ ഓടി വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മീഹോക്കിന്റെ അടുത്ത് നിന്ന് അറ്റാക്ക് കിട്ടിയ ജീംബെ തെറിച്ചു പോയി വെള്ളത്തിലേക്ക് വീണു. തുടർന്ന് മീഹോക്ക് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ ചാടി വരുന്നു. പെട്ടെന്ന് ലൂഫി ആ അറ്റാക്കിൽ നിന്ന് മാറിക്കടന്ന് തിരിച്ച് മീഹോക്കിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തത് ലൂഫിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വിഷൻ ലൂഫിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. അത് അവന്റെ 2 കൈയും മുറിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ലൂഫി നിലത്തേക്ക് അറ്റാക്ക് ചെയ്തു. അല്ലെങ്കിൽ ലൂഫിയുടെ 2 കൈയും മുറിഞ്ഞു പോയനെ. മീഹോക്ക് ലൂഫിയെ വീണ്ടും അറ്റാക്ക് ചെയ്തു. അതിൽ നിന്ന് ലൂഫി മാറി നിൽക്കുമ്പോൾ ആ അറ്റാക്ക് നേരെ പോകുന്നത് നേരത്തെ കൂസാൻ ഐസാക്കി മാറ്റിയ ആ വലിയ ഐസിലേക്കാണ്. അങ്ങനെ അത് 2 കഷ്ണമായിട്ട് മുറിഞ്ഞു വീണു. ഇതേ സമയത്ത് ഡോഫ്ലമിംഗോയുടെ അടുത്തുള്ള ക്രോക്കോഡൈൽ, നിന്റെ കൂടെ ചേരാനോ, നമ്മൾ രണ്ടുപേരും ഒരുമിക്കാനോ എന്ന് ക്രോക്കോഡൈൽ പറയുമ്പോൾ, അതെ, കാലം കഴിയാറായ വൈറ്റ് ബിയർഡിനെ പോലെയുള്ള പൈററ്റ്സിന്റെ ഭരണം അവസാനിക്കാനായി. ഇനി പുതിയ എറ, അത് നമ്മുടേതാണ്. അവിടെ നമ്മൾ ഭരിക്കും. എന്താ, അവിടെ നിനക്കൊരു സ്ഥാനം വേണ്ടേ? നിന്റെ പദവി തൽക്കാലം പറിച്ചെടുക്കപ്പെട്ടു. പക്ഷേ നീ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും വാർലോഡ്സ് ആണ്. എന്താ, അങ്ങനെ ആയിക്കൂടെ? അതിന് ക്രോക്കോഡൈല്, ഞാൻ നിനക്ക് കീഴിലാണെന്ന് നീ പറയുന്നത് നിർത്തിയിട്ട് പകരം നീ എന്റെ കീഴിൽ വന്ന് ജോലി ചെയ്യേ. ഞാൻ വിചാരിച്ചു ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നീ നന്നായി കാണുമെന്ന്. അത് കേട്ട് പെട്ടെന്ന് ക്രോക്കോഡൈല് ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയത്ത് ക്യാപ്റ്റൻ സ്മോക്കർ ബോവ ഹാൻകോക്കിനോട്, നീ എന്ത് സംഭവിച്ചാലും മാറാൻ പോകുന്നില്ല? തീർച്ചയായിട്ടും സമ്മതിക്കില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഹസ്ബൻഡോ? അതെ, ഹസ്ബൻഡ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇനി ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകും എന്ന് പറഞ്ഞ് ബോവ ഹാൻകോക്ക് ലൂഫിയുടെയും അവളുടെയും ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ചു നിൽക്കുമ്പോൾ ലൂഫി ഓടി പോകുന്നത് കണ്ട ക്യാപ്റ്റൻ സ്മോക്കർ, സ്ട്രോ ഹാറ്റ് ലൂഫി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അത് കേട്ട് ബോവ, നിന്നോട് ഞാൻ പറഞ്ഞു, അതിന് മാത്രം ഞാൻ നിന്നെ ഇവിടെ വെച്ച് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബോവ ക്യാപ്റ്റൻ സ്മോക്കറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ലൂഫിയുടെ പുറകെ തന്നെ മീഹോക്കും ഉണ്ട്.
മീഹോക്ക് തുടർച്ചയായിട്ട് ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ മാറി കടന്നു വരുന്ന ലൂഫി ഓടി വന്ന് മീഹോക്കിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൂഫിയുടെ അടുത്തേക്ക് ക്രോക്കോഡൈലിന്റെ അറ്റാക്ക് കാരണം പറന്നു വന്ന് ബഗ്ഗി വീഴുന്നു. അതേസമയം തന്നെ മീഹോക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്ക് ബഗ്ഗിയെ 2 പീസാക്കി. ബഗ്ഗിക്ക് ഓൾറെഡി അവന്റെ ചോപ്പ് പവർ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും ദേഷ്യം വരുന്ന ബഗ്ഗി അവന്റെ ചെറിയ ബഗ്ഗി ബോൾ അത് മീഹോക്കിന് നേരെ അയക്കുന്നു. പക്ഷെ മീഹോക്ക് അത് ബഗ്ഗിയുടെ അടുത്തേക്ക് തട്ടിവിട്ടു. അങ്ങനെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ ആ തക്കം നോക്കി ബഗ്ഗിക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ലൂഫി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ ഓടിപ്പോകുന്ന ലൂഫിയെ വിടാതെ മീഹോക്ക് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ട് മാർക്കോ, വിസ്റ്റ, പോപ്സ് പറഞ്ഞിട്ടുണ്ട് ആ പയ്യനെ ഒരു കാരണവശാലും മരിക്കാൻ സമ്മതിക്കരുതെന്ന്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ പോയി സഹായിക്കുക എന്ന് പറഞ്ഞ് മാർക്കോ പറയുമ്പോൾ വൈറ്റ് ബേർഡ്സിലെ സോർട്സ്മാൻ ഓടി വന്ന് മീഹോക്കിനെ എതിർക്കുന്നു. ആ സമയത്ത് ലൂഫി വീസ്റ്റയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അത് കണ്ട് മീഹോക്ക് ഇത് അവന്റെ പവർ കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ അല്ല, ചുറ്റുമുള്ളവരെയെല്ലാം അവൻ അവന്റെ ഭാഗത്തേക്ക് ചേർക്കുന്നു. അപ്പൊ ലൂഫി ഓടിപ്പോകുന്നത് കണ്ട് എല്ലാവരും ലൂഫിയോട് സ്ട്രോബോയ്. അങ്ങനെ തന്നെ അവസാനം അവനത് സാധിച്ചു. ലൂഫി, നിന്റെ സഹോദരനെ രക്ഷിക്കുക. ഈ കടലിലുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിൽ അവനൊരു പ്രത്യേക കഴിവുണ്ട്. അത് മീഹോക്ക് പറയുന്നതോടെ ലൂഫി മുന്നോട്ടേക്ക് തന്നെ ഓടിപ്പോകുന്നു. ഇതേ സമയത്ത് അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടി അവസാനം നമ്മുടെ ക്യാപ്റ്റൻ ബഗ്ഗിക്ക് എങ്ങനെയോ അറിയാതെ ഒരു വീഡിയോ ട്രാൻസ്പോണ്ടേഴ്സിനെ കിട്ടി. അവന്റെ കൂടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അതൊക്കെ ക്യാപ്റ്റൻ ബഗ്ഗിയുടെ ഒരു പ്ലാൻ ആണെന്നാണ്. പക്ഷെ അത് എങ്ങനെ കിട്ടിയെന്ന് പോലും ബഗ്ഗിക്ക് അറിയില്ല. അടുത്ത സീനിൽ ഒരു വോയിസിലൂടെയാണ് പറയുന്നത്. എക്സിക്യൂഷന്റെ സമയം അടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് സത്യങ്ങൾ പുറത്തു വന്നു. ഏറ്റവും വലിയ ഇമ്പൽ ഡൗണിലെ ഇരുമ്പഴിക്കകത്ത് നിന്ന് അതിശയകരമായി ഏകദേശം 200 ആൾക്കാർ രക്ഷപ്പെട്ടു. അതുപോലെ രക്ഷപ്പെട്ടു വന്ന അതേ ആൾക്കാര് ഈ വലിയ യുദ്ധത്തിലേക്ക് വന്നെത്തി. ഈ ഒരു യുദ്ധം തീർച്ചയായിട്ടും ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിട്ട് മാറും. ലോകത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ യുദ്ധത്തെ തുടർന്ന് അവരുടെ ഭാവി മാറി മറിഞ്ഞേക്കാം. ഈ ഒരു വോയിസ് അവസാനിക്കുന്നതോടെ മറൈൻസ് എയ്സിന്റെ എക്സിക്യൂഷൻ നടത്താൻ ആരംഭിക്കുന്നു. ഇത് കാണുന്ന ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അതിശയിക്കുന്നു. കാരണം എയ്സിന്റെ എക്സിക്യൂഷൻ അവർ പറഞ്ഞ സമയത്തല്ല, അതിലും നേരത്തെയാണ് നടത്താൻ പോകുന്നത്. ആ സമയത്ത് സെങ്കോക്കു ബാക്കിയുള്ള മറൈൻസിനോട് വീഡിയോ ട്രാൻസ്പോണ്ടേഴ്സിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേ. നമ്മൾ മറൈൻസ് വേൾഡ് ഗവൺമെന്റ് എന്ത് സംഭവിച്ചാലും ഈ യുദ്ധത്തിൽ ജയിക്കും. പക്ഷെ നമ്മുടെ വിജയം ലോകത്തിലുള്ള ജനങ്ങൾക്ക് കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും അതുപോലെയുള്ള ഭയാനകരമായ കാര്യങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കാൻ പാടില്ല. ഈ യുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ പരക്കാൻ പോകുന്ന വാർത്ത നമ്മുടെ വിജയമായിരിക്കണം, അത് മാത്രമായിരിക്കണം എന്ന് സെങ്കോക്കു പറഞ്ഞു തീരുന്നതും പുറത്തുള്ള വൈറ്റ് ബീഡ്സിന്റെ ഒരുപാട് കപ്പല് പൊട്ടിത്തകരുന്നു. അതുപോലെ ഒരു കൂട്ടം കൂമ മറൈൻ ഫോർട്ടിലേക്ക് നടന്നു വരുന്നു. അത് മുഴുവനും ഹ്യൂമൻ വെപ്പൺസ് ആണ്. അതുപോലെ ആ ഹ്യൂമൻ വെപ്പൺസിനെ കൊണ്ടുവരുന്നത് നമ്മൾ സബോഡിയിൽ വെച്ച് കണ്ട സെന്റമാറു. എന്നിട്ട് സെന്റമാറു ആ ഹ്യൂമൻ വെപ്പൺസിനോട് അവിടെയുള്ള പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറയുകയാണ്. അതനുസരിച്ച് അവിടെയുള്ള എല്ലാ പൈററ്റ്സിനെയും ആ ഹ്യൂമൻ വെപ്പൺസ് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് കിട്ടുന്ന പൈററ്റ്സ് ആ കൂമയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആണ് ഈ വന്ന ഹ്യൂമൻ വെപ്പൺസ്. അങ്ങനെ അറ്റാക്ക് കിട്ടുന്ന പൈററ്റ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ വൈറ്റ് ബിയർഡ് അവരോട് നിങ്ങൾ ആരും പേടിക്കണ്ട, എല്ലാവരും നിർത്താതെ തന്നെ മുന്നോട്ട് പോ. അത് കേട്ട് എല്ലാ പൈററ്റ്സും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ ഓടി വരുന്നു. മറൈൻസിന്റെയും സെങ്കോക്കുവിന്റെയും പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എയ്സിന്റെ എക്സിക്യൂഷൻ അവർ പെട്ടെന്ന് നടത്താൻ പോവുകയാണെന്ന് അറിയുമ്പോൾ വൈറ്റ് ബിയർഡ്സിലെ മുഴുവൻ പൈററ്റ്സും അകത്തേക്ക് കയറി വരും. ആ സമയത്ത് ഇവരും മറൈൻ ഫോർഡ് മുഴുവൻ കപ്പൽ കൊണ്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വൈറ്റ് ബേർഡ്സ് മുഴുവൻ മറൈൻ ഫോർഡിൽ കുടുങ്ങും. ഇതായിരുന്നു മറൈൻസിന്റെ പ്ലാൻ. എന്നാൽ മറൈൻസ് മനസ്സിൽ കണ്ടപ്പോൾ വൈറ്റ് ബേർഡ് അത് മാനത്ത് കണ്ടു. പുറത്തുള്ള മറൈൻസിന്റെ ഷിപ്പ് നശിപ്പിക്കാൻ വൈറ്റ് ബേർഡ് അവന്റെ ക്രൂവിനോട് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വൈറ്റ് ബേർഡിന് നേരത്തെ അറിയാം. അതുകൊണ്ട് മാത്രം വൈറ്റ് ബേർഡ്സ് മറൈൻസിന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് സെങ്കോക്കു അവിടെയുള്ള എല്ലാ മറൈൻ ഓഫീസേഴ്സിനോടും പെട്ടെന്ന് പുറകിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. അതുപോലെ ഒരു പൈററ്റിനെ പോലും പ്ലാസയിലേക്ക് കയറാൻ സമ്മതിക്കരുത് എന്നും പറയുന്നുണ്ട്. ഇതേസമയം മീഹോക്ക് വൈറ്റ് ബേർഡ്സിലെ സോർട്സ്മാൻ ബീസ്റ്റയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഹോക്ക് എത്ര ശ്രമിച്ചിട്ടും ബീസ്റ്റിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ ഒരു യുദ്ധം ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ പെട്ടെന്ന് കട്ടാവുന്നു. ഇവിടെ ഇപ്പം മറൈൻ ഫോർട്ടിൽ നിൽക്കുന്ന സെങ്കോക്കു, വൈറ്റ് ബിയർഡ് നീ എത്ര ശ്രമിച്ചാലും ഞങ്ങളായിരിക്കും മുന്നേറാൻ പോകുന്നത്. എല്ലാ വീഡിയോസും കട്ടാവുന്നതോടെ ഞങ്ങൾ നിന്നെ പൂട്ടാനുള്ള ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്യും. തുടർന്ന് ഞങ്ങൾ എയ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അവസാനം ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളെയും ഇല്ലാതാക്കും എന്ന് സെങ്കോക്കു അവർ നടത്താൻ പോകുന്ന പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതേസമയം എല്ലാം മറൈൻസിനെ അടിച്ച് മുന്നോട്ട് വരുന്ന ലൂഫിയെ പെട്ടെന്ന് അഡ്മിറൽ കിസാറു എന്ന് ചവിട്ടാണ്. അപ്പൊ നമ്മുടെ ലൂഫിയെ ജീംബെ പിടിക്കുന്നു. ഈ സമയത്ത് ഇത് കഷ്ടമാണ്, എന്നാൽ നമുക്കെതിരെ നിൽക്കാൻ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് എന്ന് ജീംബെ പറയുന്ന ഈ സമയത്ത് ഒരു മറൈൻ സോൾജിയർ ലൂഫിയെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് മറ്റാരോ അയാളെ ഷൂട്ട് ചെയ്യുന്നു. അത് വൈറ്റ് ബിയർഡ്സിലെ കമാൻഡേഴ്സ് ആണ്. ഹേ എയ്സിന്റെ സഹോദര, നീ ഇപ്പൊ തന്നെ ക്ഷീണിച്ചോ? ഇങ്ങനെ ഒരുത്തന്റെ മുമ്പിൽ നിൽക്കാതെ ഞങ്ങളുടെ പുറകെ വാ എന്ന് പറഞ്ഞ കമാൻഡേഴ്സ് മുഴുവൻ ലൂഫിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മീഹോക്കിന്റെയും ബീസ്റ്റയുടെയും ഫൈറ്റ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നേവി ഓഫീസേഴ്സിനോടെല്ലാം ബാക്കിലേക്ക് പോകാൻ പറഞ്ഞതുകൊണ്ട് ബോവ ഹാൻകോക്കിനെതിരെ നിൽക്കുന്ന സ്മോക്കറും പുറകെ
പുറകിലേക്ക് പോകുന്നു. ഇപ്പൊ സെങ്കോക്കു അവന്റെ ആൾക്കാരോട് ഇത്രയും നേരമായിട്ട് എന്താ നിങ്ങൾ ആ വീഡിയോ കട്ട് ചെയ്യാത്തത്, അതിപ്പോ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു സോൾജർ അവന്റെ ട്രാൻസ്പോണ്ടർ സ്നെയിലൂടെ ആ സാധനം കിട്ടിയോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇതേ സമയത്ത് സബോഡിയിലുള്ള 3 സ്ക്രീനിൽ ഒരു സ്ക്രീൻ മാത്രം കട്ടായിട്ടില്ല. അതിന് കാരണം ആ മൂന്നാമത്തെ സ്ക്രീനിന്റെ ട്രാൻസ്പോണ്ടർ സ്നെയില് ഇപ്പൊ നമ്മുടെ ബഗ്ഗിയുടെ കയ്യിലാണ്. ഇതിന്റെ ട്രാൻസ്പോണ്ടർ സ്നെയിലായിരുന്നു നമ്മുടെ ബഗ്ഗിക്ക് നേരത്തെ കിട്ടിയത്. ആ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഉപയോഗിച്ച് ബഗ്ഗി ഒരു നാടകം വരെ അരങ്ങേറുന്നുണ്ട്. ബഗ്ഗി ഏതോ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ച് അവന്റെ കൂടെയുള്ള ആൾക്കാർ ഈ ട്രാൻസ്പോണ്ടർ സ്നെയിൽ യൂസ് ചെയ്ത് ബഗ്ഗിയുടെ വീഡിയോ എടുക്കും. അതിന്റെ കൂടെ ബഗ്ഗി ഗോൾഡി റോജറിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആയിരുന്നു, ബഗ്ഗി ഒരു വലിയ സംഭവമാണ്, ഒരു ലെജൻഡറി പൈററ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ ആൾക്കാർ ആ വീഡിയോയുടെ കൂടെ സംസാരിക്കും. അതൊക്കെ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. അതേ സമയത്ത് സെങ്കോക്കു, നിങ്ങളോട് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ, വേഗം പോയിട്ട് അത് കട്ട് ചെയ്യ്. അതിന് സോൾജർ ആ വീഡിയോ ട്രാൻസ്പോണ്ടർ സ്നെയില് ഇമ്പൽ ഡൗണിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുറ്റവാളി മോഷ്ടിച്ചു. ബഗ്ഗി ആവട്ടെ അവന്റെ വീഡിയോ വീണ്ടും തുടരുന്നു. ബഗ്ഗി ലെജൻഡറി പൈററ്റ് ആണ്, റെഡ് ഹെയർ ഷാങ്സിന്റെ കൂടപ്പറപ്പിനെ പോലെയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ബഗ്ഗി ആ വീഡിയോ മുമ്പോട്ട് കൊണ്ടുവന്നു. ഹ്യൂമൻ വെപ്പൺസ് ആയിട്ടുള്ള ഒരു കൂട്ടം കൂമകൾ എല്ലാ പൈററ്റ്സിനെയും അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സമയത്ത് വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ക്രൂവിലെ സ്കോഡ് എന്ന് പറയുന്ന ഒരുത്തം വരുന്നു. ഓ സ്കോഡ്, നീ ജീവനോടെ ഉണ്ടോ? ഒരുപാട് നേരമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയുണ്ട്? അതിന് സ്കോഡ്, അവർക്കൊക്കെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. സെങ്കോക്കുവിന് ഒരു കരുണയുമില്ല, അവൻ അവന്റെ മുഴുവൻ ആൾക്കാരെയും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വൈറ്റ് ബീഡ് പറയുമ്പോൾ, പോപ്സ്, നേവി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാം, എനിക്ക് സെങ്കോക്കുവിനെ ഒരുപാട് നാളായിട്ട് അറിയാം. അവര് നമ്മളെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനും മുന്നോട്ട് പോകും, നമ്മൾ അവരെ നിർത്താതെ അറ്റാക്ക് ചെയ്യണം എന്ന് വൈറ്റ് ബീഡ് സ്കോഡിനോട് പറയുമ്പോൾ താഴെയുള്ള മാർക്കോ വൈറ്റ് ബീഡിന്റെ അടുത്തുള്ള സ്കോഡിനെ കാണുന്നു. സ്കോഡ്, അവനെന്താ അവിടെ ചെയ്യുന്നേ? ഇപ്പൊ വൈറ്റ് ബീഡിന്റെ അടുത്തുള്ള സ്കോഡ്, ഇവിടെ മുഴുവൻ നമ്മുടെ കീഴിലുള്ള 43 ക്യാപ്റ്റൻസ് ഉണ്ട്. എല്ലാവരും നിങ്ങൾ പറയുന്നത് കേട്ട് തിരിച്ചൊരു വാക്കുപോലും പറയാതെ നിൽക്കുന്നു. എല്ലാം വൈറ്റ് ബീഡ്സിന് വേണ്ടി. നന്ദിയുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും, എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പൈററ്റ് വൈറ്റ് ബിയർഡ് അയാളുടെ കുടുംബത്തിനെ വിട്ടുകൊടുക്കില്ല. എല്ലാവരും ഈ നരകത്തില് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിൽക്കുന്നു, കാരണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞാനും അതുപോലെയുള്ള ഒരു മെമ്പർ ആണെന്ന് എന്ന് പറഞ്ഞ സ്കോഡ് പെട്ടെന്ന് അവന്റെ കത്തി കൊണ്ട് വൈറ്റ് ബിയർഡിനെ കുത്തി. ഇത് കണ്ട് എയ്സ്, മാർക്കോ, ജോസ്, വൈറ്റ് ബിയർഡ്സിലുള്ള എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. ബഗ്ഗിയുടെ കയ്യിലുള്ള ട്രാൻസ്പോണ്ടർ സ്നെയിലും കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇത് കാണുന്നുണ്ട്. സ്കോഡ് അവൻ കുത്തിയെ കത്തി വലിച്ചെടുക്കുമ്പോ പെട്ടെന്ന് മാർക്കോ വന്ന് സ്കോഡിനെ പിടിച്ചു വെച്ചു. എന്തിനാ സ്കോഡ് നീ ഇത് ചെയ്തത്? പറ. അതിന് സ്കോഡ്, മിണ്ടാതിരിക്കടാ, നീയൊക്കെ ചേർന്നിട്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഈ സമയത്ത് വൈറ്റ് ബിയർഡ് താഴേക്ക് വീഴാൻ പോകുമ്പോ മാർക്കോ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് പോവാണ്. അത് കണ്ട് സ്കോഡ്, ഇനിയെങ്കിലും അഭിനയിക്കുന്നത് നിർത്ത് വൈറ്റ് ബിയർഡ്. നിങ്ങൾക്കും നേവിക്കും ഇടയിലുള്ള കരാർ എന്താണെന്ന് എനിക്കറിയാം. അവര് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ എയ്സും രക്ഷപ്പെടുമെന്ന്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളെല്ലാവരും ഇവിടെ കുടുങ്ങിപ്പോയി എന്ന് സ്കോഡ് വിളിച്ചു കൂവിയിട്ട്, നിങ്ങൾ ഇതുവരെ എയ്സ് ഗോൾഡി റോജറിന്റെ മകനാണെന്ന് എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് സ്കോഡ് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കള്ള് കുടിച്ച് സ്വബോധം നഷ്ടപ്പെടുന്ന സ്കോഡ് ഒരു ബാറിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോടാ സ്ട്രോങ് ആയിട്ട്? വേണമെങ്കിൽ നിങ്ങൾ ആ ഗോൾഡി റോജറിനെ പിടിച്ചോണ്ട് പോവാ, ഞാൻ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം എന്ന് സ്കോഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കോഡിന്റെ അടുത്തേക്ക് വൈറ്റ് ബിയർഡ് വരുന്നത്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് അവസാനിക്കുമ്പോൾ സ്കോഡ് വൈറ്റ് ബിയർഡിനോട് പറയും, ഞാൻ ഒറ്റപ്പെടാനുള്ള കാരണം നിങ്ങൾക്കറിയാം. എന്റെ ക്രൂവിനെ മുഴുവൻ റോജർ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ട് നിങ്ങൾ എയ്സ് റോജറിന്റെ മകനാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. അതുപോലെ അവനെ കിങ് ഓഫ് ദി പൈററ്റ് ആക്കാൻ പോകുന്ന കാര്യവും അന്നേ നിങ്ങൾ എന്നെ ചതിച്ചു. പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുപോലെ ഞാൻ എയ്സിന്റെ കൂടെ നല്ലതുപോലെ ഇടപഴകി. ഞാനൊരു മണ്ടനായി. ഇതിനുശേഷം നിങ്ങളുടെ പ്രിയപുത്രൻ എയ്സ് പിടിക്കപ്പെട്ടു. അങ്ങനെ നിങ്ങളും മറൈൻ ഫോർഡിന്റെ ഉള്ളിൽ കുടുങ്ങി. അപ്പൊ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ താഴെയുള്ള 43 പൈററ്റ് ക്രൂവിനെ നിങ്ങൾ നേവിക്ക് വിറ്റു. അവസാനം നിങ്ങളും എയ്സും രക്ഷപ്പെടും. ഇതായിരുന്നു നിങ്ങളും സെങ്കോക്കും തമ്മിലുള്ള ഉടമ്പടി അല്ലേ എന്ന് സ്കോഡ് വൈറ്റ് ബിയർഡിനോട് പറയുമ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നു. സ്കോഡിന്റെ അടുത്തേക്ക് അഡ്മിറൽ അക്കൈന് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു സത്യം ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും മരിക്കും. അത് കേട്ട് സ്കോഡ് അക്കൈനുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ അക്കൈന് സ്കോഡിനെ അടിച്ച് താഴെ ഇടുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ നുണ പറയുകയല്ലാന്ന് നീ മനസ്സിലാക്കും. നീയൊന്ന് സ്വയം വന്ന് നോക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. അതിൽ നീയും കുറച്ച് പൈററ്റ്സും മാത്രമേ പെടാൻ പോകുന്നുള്ളൂ. പകരം നേവി വൈറ്റ് ബിയർഡ് പൈററ്റ്സിനെ തൊടാൻ പോകുന്നില്ല. ഇപ്പൊ വൈറ്റ് ബിയർഡിനോട് സ്കോഡ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ കളഞ്ഞ് നിങ്ങളെയും എയ്സിനെയും സഹായിച്ചു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. സത്യത്തിൽ ഞങ്ങളെയാണ് നേവി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. വീണ്ടും സ്ക്വാഡിന്റെ അക്കാനുവിന്റെയും സീൻ കാണിക്കുന്നു. അതിൽ അക്കാനു സ്ക്വാഡിനോട് പറയുന്നത്, ഹ്യൂമൻ വെപ്പൺസ് പുറത്തുനിന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുപോലെ 2 ഭാഗത്തും ഐസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. ഇപ്പൊ പ്രസന്റില് ഇതൊക്കെ കേൾക്കുന്ന വൈറ്റ് ബേഡ്സിലെ ആൾക്കാര്, പോപ്സ് ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? പറയൂ പോപ്സ്, ശരിയാണോ എന്ന് പറഞ്ഞ എല്ലാവരും വൈറ്റ് ബേഡിനോട് ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് കുത്താൻ പറ്റിയത് ഒരു വലിയ അത്ഭുതമാണ്. എന്നിരുന്നാലും ഞാൻ തയ്യാറാണ്, എന്നെ കൊന്നേക്ക് എന്ന് സ്ക്വാഡ് പറയുമ്പോൾ
പറയുമ്പോൾ ഹ്യൂമൻ വെപ്പൺസ് വൈറ്റ് ബേഡ്സിലെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസ് കാരണം അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വൈറ്റ് ബേഡിനെ സംശയിക്കുന്നു. വൈറ്റ് ബേഡിനോട് നിങ്ങൾ ഞങ്ങളെ മനഃപൂർവ്വം ചതിച്ചതാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് സ്കോഡ് വൈറ്റ് ബേഡിനോട് നിങ്ങൾ ഞങ്ങളെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മാർക്കോ സ്കോഡിനെ കയറി പിടിച്ച് സ്കോഡ് നിന്നെ അവൻ പറ്റിച്ചതാണ്, എന്തുകൊണ്ടാണ് നീ പോപ്സിനെ വിശ്വസിക്കാത്തെ? കൂടുതൽ നാടകം കളിക്കാൻ നിൽക്കേണ്ട മാർക്കോ, നീ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡർ അല്ലേ? അതുകൊണ്ട് വൈറ്റ് ബീഡിനും നേവിക്കും ഇടയിൽ നടന്ന കാര്യം നിനക്കറിയാമായിരുന്നു. അത് കേട്ട് പെട്ടെന്ന് വൈറ്റ് ബീഡ് പറയും എയ്സ് റോജറിന്റെ മകനാണെന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഈ ഒരു കാര്യം നേവി മുതലെടുക്കുകയായിരുന്നു. ഈ ഒരു കാര്യം അറിയുന്ന നിനക്കായിരിക്കും ഏറ്റവും ദേഷ്യം വരാന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരത് ഉപയോഗിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് കൂസാൻ സെങ്കോക്കു പറഞ്ഞതനുസരിച്ച് ബഗ്ഗിയുടെ കയ്യിലുള്ള ട്രാൻസ്പോണ്ടർ സ്ക്രീനിൽ നശിപ്പിച്ചു. അതോടെ സബ്ബോഡിയിലുള്ള സ്ക്രീനും കട്ടായി. അവർക്കിനി ഒന്നും കാണാൻ പറ്റില്ല. മറൈൻ ഫോർഡിലുള്ള സെങ്കോക്കു അവരുടെ ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നു. ഇതേ സമയത്ത് ക്രോക്കഡൈല് അയാൾക്ക് എങ്ങനെ സാധിച്ചു സ്വന്തം ആളുടെ അടുത്ത് നിന്ന് ഇത്ര പെട്ടെന്ന് കുത്തുവാങ്ങാൻ എന്ന് ചിന്തിക്കുന്ന ക്രോക്കഡൈല് വൈറ്റ് ബിയർഡിനോട് വിളിച്ചു പറയും നാണമുണ്ടോ വൈറ്റ് ബിയർഡ് നിനക്ക്? ഇത്രയും ശക്തിയില്ലാത്തവന്റെ അടുത്ത് നിന്ന് അടി വാങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ട് മാർക്കോ സത്യമാണ്, ഇദ്ദേഹം ആ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ ഈ ഒരു അറ്റാക്ക് എതിർത്തേനെ. അതിന് പെട്ടെന്നുള്ള അറ്റാക്ക് ആണെങ്കിലും സ്വന്തം കൂടെയുള്ള ഒരു അറ്റാക്ക് ചെയ്താൽ പോലും എന്നിങ്ങനെ മാർക്കോ ചിന്തിച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് വൈറ്റ് ബിയർഡ് സ്കോഡ് നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? നീ നിന്റെ അച്ഛന്റെ ശരീരത്തിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കി. എന്തൊരു മണ്ടനായ മകനാടാ നീ എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് പെട്ടെന്ന് സ്കോഡിനെ കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് സ്കോഡ് വരെ അമ്പരന്ന് പോയി. പക്ഷേ നീയൊരു മണ്ടനാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടാ മോനെ. മിണ്ടാതിരിക്കെ, നിങ്ങൾ ഞങ്ങളെ വിറ്റതല്ലേ? ആരാ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേ? നിന്റെ നിഷ്കളങ്കമായ ഹൃദയത്തെ ആരാ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ചാടിച്ചത് എന്ന് വൈറ്റ് ബിയർഡ് സ്കോഡിനോട് ചോദിക്കുമ്പോൾ സ്കോഡ് അവനോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അക്കൈനുമാണെന്ന് പറയുന്നു. അവൻ എന്നോട് ഞാൻ വൈറ്റ് ബിയർഡിനെ കുത്തിയെ വെറുതെ വിടാന്ന് പറഞ്ഞു. അപ്പോ അതാണ് അക്കൈന് നിന്നോട് പറഞ്ഞതല്ലേ? നീ റോജറിനെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സ്കോഡ്, സ്വന്തം അച്ഛൻ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു കുട്ടിയുടെ തലയിലേക്ക് ഇടാൻ പാടില്ല. അവനെ നമ്മൾ പഴിക്കാൻ പാടില്ല. നിന്നെ എയ്സ് എന്തെങ്കിലും ചെയ്തോ? നീയും എയ്സും ഒരുമിച്ച് ദേഷ്യപ്പെടുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു. ഒരുപാട് തവണ നിങ്ങൾ പരസ്പരം സഹായിച്ചു. എന്താ ശരിയല്ലേ? അവന്റെ അച്ഛൻ ആരായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം നമ്മളെല്ലാവരും കടലിൽ കണ്ടുമുട്ടിയത് യാദൃശ്ചികമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും എന്റെ മക്കളാണ്. അതുകൊണ്ട് സ്കോഡ് അവനോട് മര്യാദയ്ക്ക് പെരുമാറ്. ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹമൊന്നും എനിക്ക് അവനോടില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും എന്റെ ഫാമിലിയാണ്. ഇത് വൈറ്റ് ബിയർഡിന്റെ അടുത്ത് നിന്ന് കേട്ട സ്കോഡ് പൊട്ടി തകർന്നുപോയി. എന്നിട്ട് വൈറ്റ് ബിയർഡ് എണീറ്റ് നീ ഇതുവരെയും മാറിയിട്ടില്ലല്ലേ സെങ്കോക്കു? എന്റെ മക്കളെ ഞാൻ വിറ്റു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് എയറിലേക്ക് ഒരു ഒറ്റയടി. എയർ മുഴുവൻ ക്രാക്കായി. അവിടെയുള്ള ഐസ് മുഴുവൻ പൊട്ടി തകർന്നു. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഏത് വഴി വേണമെങ്കിലും രക്ഷപ്പെട്ടു പോവാം. ഒരുപാട് മറൈൻ ഷിപ്പുകൾ വരെ അവിടെയുണ്ട്. വൈറ്റ് ബിയർഡ് എന്നിട്ട് പറയും നിങ്ങളൊരു പൈററ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വിശ്വസിച്ചോ? അത് കേട്ട് സ്കോഡ് കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുന്നു. അങ്ങനെ എല്ലാവരും വീണ്ടും വൈറ്റ് ബിയർഡിനെ വിശ്വസിക്കുകയാണ്. അപ്പൊ വൈറ്റ് ബിയർഡ് എടാ ക്രോക്കോഡൈലേ, നീ എന്നെ ശക്തിയില്ലാത്തവനെന്നല്ലേ വിളിച്ചേ? ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരേ ഒരു ഹൃദയമുള്ള സാധാരണ മനുഷ്യൻ. ജനങ്ങൾ എന്നെ മോൺസ്റ്റർ, ചെകുത്താൻ എന്നൊക്കെ വിളിക്കും. എന്നാൽ ഇനി എനിക്ക് അങ്ങനെ തുടരാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു ചെറിയ പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ ഈ ലോകത്ത് നിന്ന് തന്നെ ഞാൻ എന്നേക്കും ആയിട്ട് പോവും എന്ന് ചിന്തിക്കുന്ന വൈറ്റ് ബിയർഡ് എന്റെ വാക്ക് കേൾക്കുന്നവരാരാണോ അവരവരുടെ ജീവൻ തന്നെ മുന്നോട്ട് വെക്കേണ്ടി വരും എന്ന് വൈറ്റ് ബിയർഡ് ഒച്ചത്തിൽ പറയുമ്പോൾ അവരെല്ലാവരും വൈറ്റ് ബിയർഡിന് വേണ്ടി ആർത്തു വിളിക്കുന്നു. എന്നിട്ട് വൈറ്റ് ബിയർഡ് കപ്പലിന്റെ മുകളിൽ നിന്ന് ഓടി വന്ന് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചാടുകയാണ്. അതുകൊണ്ട് സെങ്കോക്കു ഒച്ചത്തിൽ പറയും എല്ലാവരും തയ്യാറായി നിൽക്ക്. അയാൾ താഴേക്ക് വന്നു കഴിഞ്ഞു. അയാളാണ് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് മാൻ. താഴെ എത്തിയ വൈറ്റ് ബിയർഡിന് വഴിയൊരുക്കി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ആൾക്കാർ ശ്രമിക്കുമ്പോൾ മറൈൻസ് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ബിയർഡിന് മുമ്പിൽ അതൊക്കെ എന്ത്? ഒരടിക്ക് വൈറ്റ് ബിയർഡ് അത് തട്ടിത്തെറിപ്പിച്ചു. ഇതേ സമയത്ത് സെങ്കോക്കു പറഞ്ഞതനുസരിച്ച് മറൈൻ ഫോർഡിലെ ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഐസ് കാരണം ബ്ലോക്ക് ആവുന്നതുകൊണ്ട് അവർക്കത് സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ കപ്പലിലുള്ള സ്കോഡ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇനി ഇതാണ് സത്യമെങ്കിൽ ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്ക് പോപ്സ്, എയ്സ് എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ സ്കോഡ് പൊട്ടിക്കരയുന്നത് കണ്ട് മാർക്കോ നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് അവർ ചെയ്തതിന് പകരം കൊടുക്കാൻ പറ്റുമോ എന്ന് മാർക്കോ ചോദിക്കുന്നു. ഇതേ സമയത്ത് എല്ലാവരുടെയും കൂടെ ലൂഫി ഓടി വരുമ്പോ വൈറ്റ് ബിയർഡ് ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ഒക്കെ തടുക്കുന്നത് കണ്ട് അയാൾ അടിപൊളിയാണല്ലോ, എന്നാൽ എനിക്കിപ്പോ എയ്സിനെ മാത്രമാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് ലൂഫി എയ്സിനെ നോക്കി ഓടിപ്പോകുന്നു. വൈസ് അഡ്മിറൽ സെങ്കോക്കു ഇതുവരെ ഒന്നും ശരിയായില്ലേ എന്ന് അയാളുടെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഐസ് തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചുറ്റുമതിലിടാൻ പറ്റില്ല എന്ന് സെങ്കോക്കുവിന്റെ ആൾക്കാര് അയാളോട് പറയുന്നു. ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മറൈൻ ഓഫീസേഴ്സും പെട്ടെന്ന് താഴെ നിന്ന് പ്ലാസയിലേക്ക് കയറി അവിടേക്ക് കയറാനുള്ള
എൻട്രൻസ് ക്ലോസ് ചെയ്തു. ഇത് കാണുന്ന ഇവാൻഗോ അത് ജിംബെക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്തോ നടക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും മുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഓടി കയറി പോകുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ആരും അവരെ ശ്രദ്ധിക്കില്ല എന്ന് അവർക്കറിയാം. അതിന് ജിംബെ നമ്മളിപ്പോ അത് നോക്കണ്ട, കാരണം നമ്മുടെ കൂടെ വൈറ്റ് ബീഡ് ഉണ്ട്. ഇതേ സമയത്ത് ഒരു ജയന്റ് ആയിട്ടുള്ള മറൈൻ അഡ്മിറൽ ഓടി വരുന്ന വൈറ്റ് ബീഡ് പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. മറൈൻസിന് അവരുടെ ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ ജയന്റ് വൈസ് അഡ്മിറൽ അവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ എന്നിട്ട് നേരെ വൈറ്റ് ബീഡിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ വൈറ്റ് ബീഡ് ആവട്ടെ ആ അറ്റാക്ക് തടഞ്ഞ് നീ ഇപ്പോ എന്റെ വഴിയിലാണ്, മാറി നിൽക്ക് എന്ന് പറഞ്ഞ വൈസ് അഡ്മിറലിനെ തട്ടി മാറ്റുന്നു. എന്നിട്ട് വൈറ്റ് ബീഡ് അയാളുടെ 2 കൈ കൊണ്ട് എയറിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ആർക്കും നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ കുലുക്കത്തോടെ മറൈൻഫോർഡ് ചരിയുന്നു. നിലത്തേക്ക് വീഴുന്ന നമ്മുടെ ലൂഫി നോക്കുമ്പോൾ കടൽ മുഴുവൻ ചരിഞ്ഞു. വലിയ വലിയ സുനാമി ഉണ്ടാകുന്നു. മറൈൻഫോർഡ് വരെ പിളർന്നുപോയി. ആ പിളർന്നു പോയ ഭാഗത്തേക്ക് നമ്മുടെ ലൂഫി വീണു പോകുമ്പോൾ പെട്ടെന്ന് വന്ന ജീംബെ അവനെ വലിച്ചു കയറ്റി. ആ കിഴവന് സ്വന്തം ആൾക്കാരെ പറ്റിയൊന്നും ചിന്തയില്ലേ എന്ന് ലൂഫി ചോദിക്കുമ്പോൾ അയാളുടെ ക്രൂവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് ജീംബെ. തുടർന്ന് മറൈൻഫോർഡ് വൈറ്റ് ബീഡിന്റെ അറ്റാക്കിൽ നിന്ന് ശാന്തമായി കഴിയുമ്പോൾ എല്ലാ മറൈൻ ഓഫീസേഴ്സും ഞെട്ടിത്തരിച്ചുപോയി. അപ്പോ ഇതാണ് സ്ട്രോങ്ങസ്റ്റ് പൈററ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് അവര് നോക്കുന്നത് തകർന്നു വീണ മറൈൻഫോർഡിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ വൈറ്റ് ബീഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ജയന്റ് വൈസ് അഡ്മിറൽ വീണ്ടും എഴുന്നിട്ട് വൈറ്റ് ബീഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വൈറ്റ് ബീഡ് ചാടി വന്ന ഒരു അടി. ആ ഒരു അറ്റാക്ക് ആ വൈസ് അഡ്മിറലിനെയും കടന്നു പോവുകയാണ് നേരെ ഈസിനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഭാഗത്തേക്ക്. എന്നാൽ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ആ അറ്റാക്കിനെ ആരോ തടുത്തു. അവരാരാണെന്ന് നോക്കുമ്പോൾ 3 അഡ്മിറൽസ്. അവർ 3 പേരും ചേർന്നിട്ടാണ് വൈറ്റ് ബീഡിന്റെ ആ ഷോക്ക് വേവ് തടഞ്ഞത്. അത് കണ്ട് വൈറ്റ് ബീഡ് പൈററ്റ്സിലെ കുറച്ച് പേര് അമ്പരന്ന് നിൽക്കുമ്പോൾ 3rd ഡിവിഷൻ കമാൻഡർ ജോസ് അവരോട് നമുക്ക് കിട്ടിയ ഒരേ ഒരു അവസരം ഇതാണ്, നമ്മൾ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തണം. അത് കേട്ട് എല്ലാവരും തുടർന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കു ആ സ്ഥലത്തുള്ള മുഴുവൻ പവർ യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരാളെ പറഞ്ഞു വിടുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ലൂഫി ഓടി വന്ന് എയ്സ് ഉള്ള ഭാഗത്തേക്ക് പിടിച്ചു വരാൻ ശ്രമിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് മറൈൻസ് ആ ചുറ്റുമതിൽ ആക്ടിവേറ്റ് ചെയ്തു. ഇനി ആ ചുറ്റുമതിൽ കടക്കാതെ അവർക്ക് എയ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. പോരാത്തതിന് ആ മതിലിന്റെ ചുറ്റും അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ആയുധങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് പൈററ്റ്സ് പേടിച്ച് നിൽക്കുമ്പോഴാണ് എയ്സ് ഉള്ള ഭാഗത്തെ മതിൽ വന്നിട്ടില്ല. കാരണം അവിടെയാണ് ഓർസിന്റെ ബോഡി കിടക്കുന്നത്. ഓർസിന്റെ ഭാരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവിടെയുള്ള മതിൽ മാത്രം ആക്ടിവേറ്റ് ആവുന്നില്ല. അത് കാണുന്ന വൈറ്റ് ബീഡ് നമുക്ക് ഇനിയും ഒരു അവസരമുണ്ട്. അപ്പൊ സെങ്കോക്കു നമുക്കിത് വിട്ടുകൊടുക്കാൻ കഴിയില്ല, അക്കൈനു അത് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് സെങ്കോക്കു അക്കൈനുവിനോട് പറയുമ്പോൾ അക്കൈനു മുമ്പിലേക്ക് നടന്നു വന്ന് അവന്റെ പവർ കൊണ്ട് മാഗ്മ ക്രിയേറ്റ് ചെയ്ത് ആകാശത്തേക്ക് അയക്കുന്നു. അത് കാണുന്ന ആർക്കും ഒന്നും മനസ്സിലാവില്ല. കുറച്ചു സമയം കഴിയുമ്പോൾ ആകാശത്തേക്ക് പോയ ലാവ പെട്ടെന്ന് താഴേക്ക് തിരിച്ചു വരുന്നു. അത് 1, 2 ഒന്നുമല്ല, ഒരുപാട് ലാവ. അത് വന്ന് താഴേക്ക് വീണാൽ താഴെയുള്ള ഐസ് മുഴുവൻ ഉരുകും. അങ്ങനെ അത് വന്ന് വൈറ്റ് ബീഡ് പൈററ്റ്സ് ഉള്ള സ്ഥലത്തേക്ക് വീഴുന്നു. അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കപ്പൽ നശിക്കുന്നുണ്ട്. താഴെയുള്ള ഐസ് ഉരുകുന്നുണ്ട്. എല്ലാവർക്കും പരിക്ക് പറ്റി. ഇതേ സമയത്ത് സബോഡി ആർക്കപെലാഗോയിലുള്ള ജനങ്ങൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവർക്ക് മറൈൻഫോർഡിൽ നടക്കുന്ന കാര്യങ്ങൾ കാണണം. അതിനുവേണ്ടി അവർ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ അവിടെയുള്ള വേഴ്സ്റ്റ് ജനറേഷനിലെ പൈററ്റ്സ് ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ജ്വല്ലറി ബോണി എന്ന് പറയുന്ന പെണ്ണ് മാത്രം കരയാണ്. അവൾ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് പറയുന്നില്ല, പക്ഷെ അവൾ സങ്കടത്തോടെ കരയുന്നു. അതുപോലെ ലോയ അവന്റെ ക്രൂമേറ്റ്സിനോട് വൈറ്റ് ബീഡ് അയാളുടെ ആൾക്കാരെ വിറ്റെന്നോ? ഒരിക്കലുമില്ല, അയാൾ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ അയാൾ ജീവിക്കുന്ന ഒരു ലെജൻഡ് ആയത്. ബെപ്പോ വേഗം കപ്പലെടുക്ക് എന്ന് പറഞ്ഞ് ലോ അവന്റെ ക്രൂവിനെയും കൂട്ടി എവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇവിടെ മറൈൻഫോർഡിൽ എല്ലാവർക്കും അറ്റാക്ക് കിട്ടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ വൈറ്റ് ബീഡ് ആ ചുറ്റുമതിലിട്ട് ഒരു 1.5 അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ബീഡിന്റെ ഇത്രയും വലിയ അറ്റാക്ക് കൊണ്ടിട്ട് പോലും ആ ചുറ്റുമതിൽ പൊട്ടിയില്ല. അക്കൈനു ഇപ്പോൾ വീണ്ടും വീണ്ടും അവന്റെ അറ്റാക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ലാവ വന്ന് വൈറ്റ് ബീഡിന്റെ കപ്പൽ മോബി ഡിക്കിന്റെ പുറകിൽ നിന്നിടിച്ചു. അങ്ങനെ വൈറ്റ് ബീഡിന്റെ കപ്പലിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചേർന്ന് അത് കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഐസിനെയും കൊണ്ട് വീണ്ടും ഈ കപ്പലിലാണ് യാത്ര തുടരാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ചേർന്നത് കെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അവർ മുഴുവനും കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ കെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ കപ്പലിലേക്ക് വീണ്ടും ഒരു ലാവ വന്ന് വീഴുന്നു. അങ്ങനെ മോബി ഡിക്ക് കത്തി ഇല്ലാതായി വെള്ളത്തിലേക്ക് മുങ്ങി പോവാണ്. ഇത് കാണുന്ന വൈറ്റ് ബീഡ്സിലെ ഓരോരുത്തർക്കും അത്രത്തോളം വേദനയുണ്ട്. ഗോയിങ് മേരി ഇല്ലാതായപ്പോ സ്ട്രോ ഹാറ്റ്സിന് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് വൈറ്റ് ബീഡ്സിന്, പ്രത്യേകിച്ച് വൈറ്റ് ബീഡിന്. അദ്ദേഹം ആ കത്തി എരിയുന്ന കപ്പലിനെ നോക്കി അവസാനമായിട്ട് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നു. നമ്മുടെ പ്ലാൻ എല്ലാം നല്ലതുപോലെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് പോർത്തുഗസ് ഡി എയ്സിന്റെ എക്സിക്യൂഷനിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ സെങ്കോക്കു ട്രാൻസ്പോണ്ടർ സ്നെയിലൂടെ അവിടെയുള്ള ആൾക്കാരോട് പറയുന്നു. അത് കേട്ടിപ്പോ വൈറ്റ് ബീഡ്സും ലൂഫിയും എല്ലാവരും ഷോക്കായി പോയി. അപ്പൊ വൈറ്റ് ബീഡ്സിലെ പൈററ്റ്സ് നമുക്ക് ഇനിയൊരു അവസരമുണ്ട്, ഓർസ് കിടക്കുന്ന ആ ഭാഗത്തോടെ നമുക്ക് പോവാം, അത് തന്നെയായിരിക്കും നേവിയും കാത്തിരിക്കുന്നത് നമ്മളെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ലൂഫി പെട്ടെന്ന് ഓടി വന്ന് എയ്സേ എന്ന് വിളിച്ച് അവിടേക്ക് ഓടിപ്പോകുന്നു. അത് കാണുന്ന എല്ലാവരും ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരും ലൂഫിയുടെ പുറകെ പോവാണ്.
ഇങ്ങനെ ഓടി വരുന്ന ലൂഫി അവന്റെ കൂടെയുള്ള ആൾക്കാരെയും മറൈൻസ് അവരുടെ പീരങ്കി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ലൂഫി നിന്നില്ല. ലൂഫി മുമ്പോട്ട് തന്നെ പോവാണ്. പെട്ടെന്ന് അവർ ലൂഫി അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് കിട്ടുന്ന ലൂഫി അവന്റെ പുറകിലുള്ള വെള്ളത്തിലേക്ക് പോയി വീഴുന്നു. തുടർന്ന് മറൈൻസ് എയ്സിന്റെ എക്സിക്യൂഷൻ തുടങ്ങാൻ പോകുമ്പോ പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ എയ്സ് എന്ന് വിളിച്ച് ഓർസ് എഴുന്നേക്കുന്നു. ഏസ് ഏസ്, ഞാൻ നിന്നെ സംരക്ഷിക്കും ഏസ്. അത് കാണുന്ന ഏസ് ഓർസ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. ഓർസിന് ജീവനുണ്ടെന്ന് കണ്ട എല്ലാ വൈറ്റ് ബേർഡ്സിനും സന്തോഷമായി. ഈ സമയത്ത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന നമ്മുടെ ലൂഫിയെ ജിംബെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അവർ എയ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ ലൂഫി ജിംബയോട് ഒരു സഹായം ചോദിക്കുന്നു. അതെന്ത് സഹായമാണെന്ന് പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ ഓർസിന്റെ അടുത്ത് എല്ലാ മറൈൻസും ചേർന്ന് ഓർസിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ടും ഓർസ് വീഴാത്തത് കാണുന്ന കിസാറു ഇനി ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഓർസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഞാൻ ആദ്യം ഇവന്റെ തലയെടുക്കാം എന്ന് പറഞ്ഞ് കിസാറു ഓർസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതും ജിംബയുടെ സഹായത്തോടെ 3 അഡ്മിറൽസിന്റെ മുമ്പിലേക്ക് ലൂഫിയുടെ ഒരു ഒന്നൊന്നര എൻട്രി. ആ വന്നത് എയ്സിന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞ് പൈററ്റ്സ് പറയുന്നത് കേട്ട് വൈറ്റ് ബിയർഡ് ആ പീക്കിരി പയ്യൻ ലൂഫിയോട് അക്കൈനു, നിനക്ക് കുറച്ച് വിവരം കിട്ടാൻ നീ പ്രാർത്ഥിക്കേ, പക്ഷെ നീ ഇനിയും ഇവിടേക്ക് വരാനൊന്നും ആയിട്ടില്ല എന്ന് കൂസാൻ. നീ എന്താ വിചാരിച്ചേ, നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്നോ എന്ന് കിസാറു. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ലൂഫിയുടെ ശ്രദ്ധ എയ്സിലേക്ക് മാത്രമാണ്. ഞാൻ എയ്സിനെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ കയ്യിലുള്ള മരം അഡ്മിറൽസിന് നേരെ എറിഞ്ഞു. അവന് തീരെ ശ്രദ്ധയില്ല. എയ്സിനെ പോലെ തന്നെ. ഓർസ് അവിടെ തന്നെ നിൽക്ക്, എനിക്ക് നിന്റെ സഹായം വേണം എന്ന് ഓർസിനോട് പറയുന്ന വൈറ്റ് ബിയർഡ് അവന്റെ ആൾക്കാരോട്, എല്ലാവരും തയ്യാറായിക്കോ, നമ്മൾ പ്ലാസയിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ അഡ്മിറൽസിന് നേരെ ലൂഫി എറിഞ്ഞ മരത്തെ കൂസാൻ ഐസാക്കി മാറ്റി. പെട്ടെന്ന് ലൂഫി അത് അവർക്ക് നേരെ പല കഷ്ണങ്ങളായിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. എന്നാൽ അതൊന്നും അവരുടെ ശരീരത്തിൽ കൊള്ളുന്നില്ല, കാരണം അവര് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആയതുകൊണ്ടാണ്. പെട്ടെന്ന് ലൂഫി എനിക്ക് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഇയർ 2 ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ കിസാറു അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് നീ വളരെ പതുക്കെയാണ് എന്ന് പറഞ്ഞ് ചവിട്ടി തെറിപ്പിക്കുന്നു. അങ്ങനെ ലൂഫി നിലത്ത് വീണ് കിടക്കുമ്പോൾ സെങ്കോക്കു പറഞ്ഞതനുസരിച്ച് അവർ എയ്സിനെ കൊല്ലാൻ പോകുന്നത് കണ്ട് എല്ലാവരും എയ്സിനെ നോക്കി നിൽക്കുമ്പോൾ ലൂഫി എയ്സേ എന്ന് പറഞ്ഞ് അല്ലറി വിളിക്കുന്നു. നമ്മുടെ സർ ക്രോക്കോഡൈൽ അവരെ അറ്റാക്ക് ചെയ്ത് താഴെയിട്ടു. ഞാൻ വിചാരിച്ചത് നീ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന, കാരണം നിനക്ക് ഇപ്പോഴും വൈറ്റ് ബിയർഡിനോട് പകയില്ലേ ക്രോക്കോഡൈൽ എന്ന് സെങ്കോക്കു ക്രോക്കോഡൈലിനോട് ചോദിക്കുമ്പോൾ പറന്നു വന്ന മാർക്കോ, എന്താ ഇത്, ഞാൻ വിചാരിച്ചു ഈ ഒരു അവസരം എനിക്കുള്ളതാണെന്ന്. കുറച്ചു നേരം മുന്നേ ആ പാവം മനുഷ്യനെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ, ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത് എന്ന് ജിംബെ. എനിക്ക് ആ കിളവനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊല്ലാം, പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ജയിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല എന്ന് ക്രോക്കോഡൈൽ പറയുമ്പോ പെട്ടെന്ന് അവന്റെ തല മുറിഞ്ഞ് താഴേക്ക് വീണു. ഹേയ് മുതലേ, കുറച്ചു നേരം മുന്നേ നീ എന്റെ കൂടെ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പിണക്കി വിട്ടിട്ട് ഇപ്പൊ നീ വൈറ്റ് ബിയർഡിന്റെ കൂടെ ചേരുന്നോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ മുന്നോട്ട് വന്നു. എനിക്ക് നിന്റെ കൂടെ ചേരണ്ട, അപ്പൊ നീ എന്നെ നേരത്തെതുപോലെ തീർത്ത് മൊഴിവാക്കുകയാണോ? ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അത് ക്രോക്കോഡൈൽ പറഞ്ഞു തീർന്നതും പെട്ടെന്ന് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ലൂഫി അവർക്കിടയിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിപ്പോ ഉപകാരപ്പെട്ടു എന്ന് ലൂഫി പറയുമ്പോ മറൈൻ സോൾജേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ലൂഫി അവരെ തട്ടിമാറ്റി മുന്നോട്ട് പോകുമ്പോ അവനെ തടയാൻ അക്കൈന് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ കൂസാൻ കയറി ലൂഫി അറ്റാക്ക് ചെയ്ത് താഴെയിട്ടു. ഞാൻ നിന്റെ മുത്തച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്കിപ്പോ ചെയ്യാതിരിക്കാൻ കഴിയില്ല, ഇത് നീയായിട്ട് വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞ് കൂസാൻ വീണ്ടും ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മാർക്കോ വന്ന് കൂസാനെ ചവിട്ടി ലൂഫിയെ രക്ഷപ്പെടുത്തി. ഇതേ സമയത്ത് മിസ്റ്റർ 3 ഈ പ്ലാസയുടെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ബഗ്ഗിയൊക്കെ കൂസാൻ അറ്റാക്ക് ചെയ്തപ്പോൾ മിസ്റ്റർ 3 എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു, എന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് മറൈൻ ഫോർഡിന്റെ അകത്തുള്ള വെള്ളത്തിലൂടെ വൈറ്റ് ബീഡ്സിന്റെ കുറച്ച് പൈററ്റ്സ് പ്ലാസയിലേക്ക്, അതായത് എയ്സുള്ള ഭാഗത്തേക്ക് നീന്തി വരുന്നു. അവരെല്ലാവരും പിന്മാറാതെ ഒന്നിച്ച് നീന്തി വരികയാണ്. അത് കണ്ട് മറൈൻസ് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെല്ലാവരും വിട്ടുകൊടുക്കാതെ വീണ്ടും നീന്തി വരുന്നു. ഇതേ സമയത്ത് വെള്ളത്തിന്റെ അടിയിലേക്ക് കാണിക്കുമ്പോൾ വൈറ്റ് ബേർഡ്സിന്റെ കോട്ട് ചെയ്ത മറ്റൊരു മോബി ഡിക്ക്. ഇത്രയും നേരം ഈ കപ്പൽ വെള്ളത്തിന്റെ അടിയിലായിരുന്നു, ഇപ്പൊ അത് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ പൈററ്റ്സ് മുഴുവൻ അതിലേക്ക് പിടിച്ചു കയറി. ആ കപ്പൽ നേരെ വരുന്നത് പ്ലാസയുടെ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് മറൈൻസ് പെട്ടെന്ന് ആ കപ്പലിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അപ്പൊ സെങ്കോക്കു പറയും, ആ കപ്പലിനെ ഷൂട്ട് ചെയ്യല്ലേ, ഓർസിനെ ഷൂട്ട് ചെയ്യേ. എന്നാൽ സമയം ഒരുപാട് വൈകി പോയിരുന്നു. ഓർസ് പെട്ടെന്ന് വരുന്ന കപ്പല് പിടിച്ച് പ്ലാസയിലേക്ക് കയറ്റി. അങ്ങനെ വൈറ്റ് ബീഡ്സിലെ എല്ലാ പൈററ്റ്സും മതില് കടന്നു വന്നു. നമ്മളത് ചെയ്തു, ഇനി നമുക്ക് എയ്സിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു തീർന്നതും മറൈൻസ് ഓർസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഓർസ് താഴെ വീഴുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടാണെങ്കിലും എയ്സിനെ രക്ഷിക്കണം. ഇത് കാണുന്ന കപ്പലിന്റെ മുകളിലുള്ള വൈറ്റ് ബീഡ് പതിയെ നടന്നു വന്ന് താഴേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. അതുകൊണ്ട് ചുറ്റുമുള്ള എല്ലാ മറൈൻസും പേടിച്ച് വരണ്ടുപോയി. എന്നിട്ട് വൈറ്റ് ബീഡ് അദ്ദേഹത്തിന്റെ പവർ ആയുധത്തിലേക്ക് കൊണ്ടുവന്ന് എയറിലേക്ക് ഒരു വെട്ട്. അങ്ങനെ എയർ പൊട്ടി പീസാവുന്നു.
ആകുമ്പോൾ അവിടെയുള്ള എല്ലാ മറൈൻസും അതിന്റെ വൈബ്രേഷനിൽ തെറിച്ചു പോകുന്നു. തുടർന്ന് വൈറ്റ് ബേർഡ്സിലെ എല്ലാ ആൾക്കാരും വൈറ്റ് ബേർഡിന്റെ അടുത്തേക്ക് എത്തി. എല്ലാവരും എയ്സിനെ രക്ഷിക്കുക, അതുപോലെ നേവിയെ തകർക്ക് എന്ന് പറഞ്ഞ് വൈറ്റ് ബേർഡ് അലറുമ്പോ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ഇവിടെ നമ്മുടെ ലൂഫി എയ്സ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എയ്സിന്റെ അടുത്തേക്ക് ഓടി വരുന്നു.